أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي لم يلد ولم يولد ولم يكن له كفوا أحد. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا أدركنا مرادنا يا حبيب الله. الصلاة والسلام عليك يا رحمة للعالمين. يا رسول الله خذ بأيدينا قلت حيلتنا أدركنا رسول الله. يا رسول الله خذ بأيدينا قلت حيلتنا أدركنا رسول الله. ആലത്തിന് അലങ്കാരം അലമുൽ ഹുദാ താരം അലിവിൽ മലർഹാരം അലല്ലബി സലാം. ആലത്തിന് അലങ്കാരം അലമുൽ ഹുദാ താരം അലിവിൽ മലർഹാരം അലല്ലബി സലാം. സുബർഗത്തിന്റെ സുഗർദ ബാബിൽ സുബ്ഹാനോട് ഒരുമിച്ച് കുറിച്ച് നാമോ. സുബർഗത്തിന്റെ സുബർദ ബാബിൽ സുബ്ഹാനോട് ഒരുമിച്ച് കുറിച്ച് നാമോ. പ്രാണനാ പ്രഭുവേ പ്രവാചകരേ ഗുരുവേ പ്രതീക്ഷയാ പ്രിയരേ പ്രകാശമയം നബിയേ. യാ റസൂലല്ലാഹ് ഖുദ് ബിഅയ്ദീനാ ഖല്ലത് ഹൈലതുനാ അദ്രികനാ റസൂലല്ലാഹ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിത മഹത്തുക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സകരായ നേതാക്കൾ, പ്രവർത്തകന്മാർ, പതിറ്റാണ്ടിന്റെ ചരിത്രം പറയുന്ന മഹത്തായ അജ്മീർ ഉറൂസിന്റെ ഈ സമാപന രാത്രിയുടെ സദസ്സിലേക്ക് വന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ലൈവിലൂടെ ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രവാസികൾ,
സ്വദേശികൾ, വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സദസ്സ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ബദരീങ്ങൾ, ശുഹദാക്കൾ അവരൊക്കെ പൊരുത്തമുള്ള ഖാജാ തങ്ങളുടെ പൊരുത്തമുള്ള ദുആക്ക് ഇജാബത്തുള്ള സദസ്സായിട്ട് ഞങ്ങളെ സദസ്സിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദോഷങ്ങൾ മുഴുവനും പുറത്തു തന്ന് ദോഷം ചെയ്യാതെ സ്വാലിഹായി ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സന്മനസ്സും അവസരവും നൽകണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകി, കടങ്ങളെ വീട്ടി തന്ന്, പ്രയാസങ്ങളെ മാറ്റി തന്ന്, സങ്കടങ്ങളെ മാറ്റി തന്ന്, സലാമത്തിന്റെ ഖൈറിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാഹ്. ഒരുപാട് ഉസ്താദുമാര്, ഒരുപാട് വാപ്പമാര്, ചെറുപ്പക്കാര്, പെങ്ങന്മാര്, കുഞ്ഞുമക്കൾ അല്ലാഹുവേ സദസ്സിൽ വന്നിട്ടുണ്ട്. എല്ലാവർക്കും മുത്തുനബിയുടെ പൊരുത്തം നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മശായിഖന്മാർ, ഉസ്താദുമാർ, കൂട്ടുകുടുംബങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെയുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ അന്നൊക്കെ ഞങ്ങളെ സദസ്സുകൾ ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ ഇന്ന് ഖബറിലാണ്. അവരൊക്കെ ഖബറിലേക്ക് ഈ സദസ്സിനെ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ വലിയ സൗഭാഗ്യം കൊണ്ട് ഈ മഹത്തായ അജ്മീർ നേർച്ചയുടെ സമാപന സദസ്സിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്നവരാണ് നമ്മളൊക്കെ. ഇതുപോലെ നാളെ സ്വർഗീയ ലോകത്തിരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരുമാറാവട്ടെ. നിങ്ങൾ ഉറക്കാമേ മറി അല്ലാഹു നമുക്ക് തരട്ടെ. ഒന്നും കൂടി ഉറക്കെ അല്ലാഹു നമുക്ക് തരുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അഭിയന്തരായ തങ്ങളുപ്പാപ്പാനെ കൊണ്ട് നമ്മൾ തുടങ്ങി. തങ്ങളുപ്പാപ്പ തന്നെ ഈ സദസ്സിന് സമാപനത്തിന് നേതൃത്വം നൽകും. സയ്യിദ് അവറുകൾ എത്തുന്നത് വരെ മഹിളാ മാതൃക മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചിട്ട് അല്പം നമുക്ക് ചർച്ച ചെയ്താം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. കഴിഞ്ഞ അജ്മീർ ആണ്ടിൽ ഈ മഹത്തായ സദസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു. അല്ലാഹു അടുത്ത പൊരുത്തമൊക്കെ നമുക്ക് അല്ലാഹു നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. സമയത്തിനനുസരിച്ച് നമുക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആരായിരുന്നു, അവിടുത്തെ ഉപദേശങ്ങൾ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ കരുതും ഉസ്താദ് ഇത് സ്ത്രീകൾക്ക് മാത്രമാണോ? അല്ല. ടൈമിംഗ് കുറച്ച് മതി, എക്കോ നോട്ടെ, മോണിറ്റർ വോയിസ്. എല്ലാവർക്കും, പുരുഷന്മാർക്കും ഉമ്മമാർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റിയ പാഠങ്ങളാണ് നമുക്കിതിലുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഉറൂസിലേക്ക് വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ട 3-ാമത്തെ ദിവസമായിരുന്നു. ഈ വരുന്ന 23-ാം തീയതി ഉമ്മയുടെ ആണ്ടാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നിങ്ങളുടെ ദുആ പ്രതീക്ഷിച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യവും ഉമ്മ മരണപ്പെട്ട 3-ാമത്തെ ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അൽഹംദുലില്ലാഹ്. ഇവിടുന്ന് എടുത്തു പറയേണ്ടതാണ്, ഇവിടുത്തെ ഒരുപാട് വാപ്പമാര്, ഉമ്മമാര് പ്രിയപ്പെട്ട എൻ്റെ ഉമ്മയുടെ പേരിൽ ഖത്മുകൾ ഓതിയിട്ട് അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അതൊക്കെ കബൂലാക്കട്ടെ. നിങ്ങൾ മറക്കില്ല. കാരണം ഒന്ന് വാള് പറഞ്ഞു പോയതിൽ വലിയൊരു സന്തോഷം മനസ്സിന് കിട്ടി. കാരണം ഒരു 15 ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്ന് ഫോൺ കോൾ വന്നു. ഇവിടെ നിന്നൊക്കെ നമ്പർ സംഘടിപ്പിച്ചിട്ട് ഉസ്താദേ നിങ്ങളെ ഉമ്മന്റെ പേരിൽ ഞാൻ ഇത്ര ഖത്മ ഓതിയിട്ടുണ്ട്, ഇത്ര തഹ്ലീൽ ചൊല്ലിയിട്ടുണ്ട്. അതൊക്കെയല്ലേ നമുക്കുള്ളത്. അള്ളാഹു നമ്മുടെ ഈ ബന്ധങ്ങളൊക്കെ അള്ളാഹു സ്വർഗത്തിൽ എത്തിക്കുമാറാവട്ടെ. ഉമ്മന്റെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് കിടക്കാം. സമയം നമുക്ക് കുറവായതുകൊണ്ട് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് വിഷയം വളരെ ചുരുക്കിയിട്ടാണ് ഇൻഷാ അല്ലാഹ് അവതരിപ്പിക്കുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഇരിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹത്വം പറയുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്ഥാനം ഇവിടെ ഒരിക്കലും കുറയില്ല. വാപ്പയുടെ സ്ഥാനം പറയുമ്പോൾ ഉമ്മയുടെ സ്ഥാനം കുറയില്ലല്ലോ. ഉമ്മയുടെ മഹത്വം പറയുമ്പോൾ വാപ്പയുടെ സ്ഥാനം കുറയില്ലല്ലോ. ഓരോരുത്തർക്ക് അവരുടേതായ സ്ഥാനമാനങ്ങൾ ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരിൽ നിന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വലിയ സ്ഥാനമുള്ള മഹദിയാണ്. അതേ പ്രകാരം അല്ലാഹു വലിയ സ്ഥാനം നൽകി ആദരിച്ച മഹദിയാണ്
മഹദിയായ ഉമ്മുന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. മഹദിമാരുടെ മഹാന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? ആ മഹാന്മാരും മഹദിമാരും നമുക്ക് കാണിച്ചു തന്ന ഇസ്ലാമിന്റെ തനതായ ആദർശം, മഹത്തായ ദീനിനെ അവരുടെ സ്വഭാവങ്ങളിലൂടെ, അവരുടെ വ്യക്തിപ്രഭാവത്തിലൂടെ, അവരുടെ വസ്ത്രധാരണയിലൂടെ, അവരുടെ ജീവിതം നമുക്ക് വരച്ച് കാണിച്ചു തന്നു. ആ മഹാന്മാരുടെ മഹദിമാരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചാൽ അവർ എങ്ങനെയാണ് നമുക്ക് മുമ്പേ ജീവിച്ച് കാണിച്ചതെന്ന് അത് നമ്മൾ ഒപ്പിയെടുത്ത് ജീവിക്കുന്നവരാവണം. അതിനു വേണ്ടിയാണ് മഹാന്മാരുടെയും മഹദിമാരുടെയും ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വാപ്പയുടെ പേര് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമ്മയുടെ പേര് ഉമ്മു റുമാൻ എന്ന മഹദിയാണ്. എന്താ ഉമ്മയുടെ പേര്? എല്ലാവരും പറഞ്ഞേ, ഉമ്മു റുമാൻ. എല്ലാവരും പറ, ഉമ്മു റുമാൻ. അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണ്ടേ? ആ മഹദിമാരുടെ പേരൊക്കെ അല്ലേ നമ്മൾ പഠിച്ചു വെക്കണ്ടേ? ഉമ്മു റുമാൻ എന്നാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മയുടെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ. അതിന്റെ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ സ്നേഹം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുക്കാറുണ്ട്. ഒരു ദിവസം ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ മസ്ജിദ് നബിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്വഹാബത്തൊക്കെ നബി തങ്ങൾ കൂടെയുണ്ട്. എല്ലാ സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഇരിക്കുന്ന സമയത്ത് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ 8ാമത്തെ സുന്ദരമായ വർഷത്തിൽ ഇസ്ലാം എന്ന സുന്ദര പാതാവിലേക്ക് കടന്നു വന്ന മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഇന്നും ഈജിപ്തിന്റെ മണ്ണിൽ ഒരു രാജകുമാരനെ പോലെ കിടന്നുറങ്ങുന്നുണ്ട്. അള്ളാഹു അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. നിങ്ങൾ ഉറക്കാമയും പറയും, അള്ളാഹു അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വന്ന് ചോദിച്ചു, നബിയേ, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം തങ്ങൾക്ക് എന്നോട് വല്ലാത്ത മഹബത്താണ് എന്നറിയാം. തങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. തങ്ങളെ ഒരുപാട് മഹബത്ത് വെക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം തങ്ങളെ. അതുകൊണ്ട് നബിയെ, എനിക്ക് തങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. പരിശുദ്ധമായ ഹിജ്റയുടെ 8ാം വർഷത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ഞാൻ കടന്നു വന്നല്ലോ നബിയെ. അതുകൊണ്ട് റസൂലേ, തങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അയ്യുന്നാസി അഹബ്ബുൻ ഇലൈക യാ റസൂലല്ലാഹ്. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പിൽ വന്ന് പറയുന്നു, തങ്ങളെ, തങ്ങൾ ഏറ്റവും കൂടുതൽ എന്നെ മഹബത്ത് വെക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം നബിയേ. അയ്യുന്നാസി അഹബ്ബുൻ ഇലൈക യാ റസൂലല്ലാഹ്. അതുകൊണ്ട് തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ് നബിയേ? എന്നെയല്ലേ നബിയേ, എന്നെയല്ലേ റസൂലേ, എന്നെയല്ലേ നബിയേ? തങ്ങൾ ഏറ്റവും കൂടുതൽ സ്ഥാനം തരുന്നത് എന്നോടല്ലേ നബിയേ? ഈ സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന്, ഇത്രയും പരന്നു കിടക്കുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് എന്നോടല്ലേ തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്ന് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയാണ്, അംറേ, നിന്നോട് എനിക്ക് വല്ലാത്ത മഹബത്താണ്, വല്ലാത്ത സ്നേഹമാണ് അംറേ. ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ മഹബത്ത് വെക്കുന്നത് ആരാണെന്നറിയോ? ഞാൻ ഏറ്റവും കൂടുതൽ പൊന്നുപോലെ കൊണ്ട് നടക്കുന്ന, ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കുന്നത് ആരാണെന്നറിയോ? അത് മഹദിയായ ആയിഷ, എന്റെ പ്രിയപ്പെട്ടവളാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ മഹബത്ത് വെക്കുന്നത് ആയിഷ ബീവിയാണ്. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയേ, അത് സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്നല്ലേ? അത് സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്നല്ലേ നബിയേ? ഫമിനർ റിജാലി യാ റസൂലല്ലാഹ്. തങ്ങളെ പുരുഷന്മാരെ കൂട്ടത്തിൽ നിന്ന് തങ്ങൾ ഏറ്റവും കൂടുതൽ മഹബത്ത് വെക്കുന്നത് ആരാണ്? സ്ത്രീകളെ കൂട്ടത്തിൽ നിന്ന് തങ്ങളെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹബത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫമിനർ റിജാലി യാ റസൂലല്ലാഹ്,
പുരുഷന്മാരെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മഹബത്ത് വെക്കുന്നത് ആരാണ്? ഒന്ന് പറഞ്ഞു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പുരുഷന്മാരെ കൂട്ടത്തിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ മഹബത്ത് വെക്കുന്നത് ആരെയാണ്? അബൂഹാ, എന്റെ ആയിഷയുടെ പ്രിയപ്പെട്ട വാപ്പയാണ് സ്വഹാബ. എന്റെ ആയിഷ ബീവിയുടെ പ്രിയപ്പെട്ട വാപ്പയായ, എന്റെ സ്നേഹിതനായ, എന്റെ കൂടപ്പറപ്പായ മഹാനായ സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് തങ്ങളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മഹബത്ത് വെക്കുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതിന്റെ കാരണം എന്താണ്? പരിശുദ്ധമായ മക്കയിൽ നിന്ന് പിറന്ന നാടാകുന്ന സ്വന്തം നാടായ മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ സ്വന്തം പിറന്ന നാട്ടുകാരനെ കല്ലെറിഞ്ഞപ്പോ എന്നെ ഭ്രാന്തനെന്ന് വിളിച്ച്, യതീമെന്ന് വിളിച്ച് പരിഹസിച്ച് എന്റെ മനസ്സിന്റെ അകത്തേക്ക് സങ്കടത്തിന്റെ കനൽ കെട്ടുകളുടെ വാക്കുകൾ പറഞ്ഞ് എന്നെ പിറന്ന നാടാകുന്ന പരിശുദ്ധമായ മക്കയിൽ നിന്ന് പുറത്താക്കിയപ്പോ സ്വഹാബ, ആരാരുമില്ലാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ നബിയേ ഞാനുണ്ട് തങ്ങളെ, ഞാനുണ്ട് നബിയേ. ഒരു ഉമ്മയെ പോലെ സ്നേഹം തരാന് ഞാനുണ്ട് തങ്ങളെ, ഒരു വാപ്പച്ചിയെ പോലെ സ്നേഹം തരാന് ഞാനുണ്ട് നബിയേ. തങ്ങൾ ആരെന്ത് പറഞ്ഞാലും തോളത്ത് കൈയിട്ടൊരു കൂട്ടുകാരനെ പോലെ, ഇണക്കുരുവിയെ പോലെ തങ്ങൾക്കൊരു തണലായിട്ട്, നിഴലില്ലാത്ത നബിയെ നിങ്ങൾക്കൊരു നിഴല് പോലെ ഞാൻ കൂടെ നിൽക്കാൻ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ കൂടെ കൂടിയ മഹാനായ സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ്. ആ സിദ്ദീഖ് തങ്ങളെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മഹബത്ത് എന്ന് പുന്നാര നബി മുഹമ്മദ് മുസ്തഫ. ഒന്നുകൂടി നല്ല ശബ്ദത്തിൽ, അപ്പിറകുന്നൊക്കെ നല്ല ശബ്ദത്തിൽ സ്വലാത്തില്ലേ. അജ്മീർ ഉറൂസിന്റെ ഈ പരിശുദ്ധമായ റജബിന്റെ പൊന്നമ്പിളി വാണിലുദിക്കുന്ന ഈ സദസ്സിലെ അൽഹംദുലില്ലാഹ് നല്ല ശബ്ദത്തിൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ഓപ്പറേറ്റർ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ആമീൻ പറഞ്ഞു വിളിക്കി, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതുകൂടി വോയിസ്, കുറച്ച് വോയിസ് കൂട്ടാ ഈ മോണിറ്റർ. അപ്പോ ഈ രണ്ട് പേരെ ഞാൻ ഏറ്റവും കൂടുതൽ മഹബത്ത് വെക്കുന്നു. മഹദിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയെ ഞാൻ സ്നേഹിക്കുന്നു, ആയിഷ ബീവിയുടെ വാപ്പയെ ഞാൻ സ്നേഹിക്കുന്നു. ആയിഷ ബീവിയുടെ മഹത്വം വല്ലാത്ത മഹത്വമാണ്. 9 പ്രത്യേകതകൾ ആയിഷ ബീവിക്ക് മറ്റുള്ള ഭാര്യമാരിൽ നിന്ന് ഉണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാം. എത്ര പ്രത്യേകത? 9 പ്രത്യേകതകൾ. ഇന്ന് ഈ ഉറൂസ് നമ്മൾ കഴിഞ്ഞു പോകുമ്പോൾ എവിടെ എത്തുന്ന അറിയില്ല. ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം. 9 പ്രത്യേകതകളാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ 9 പ്രത്യേകതകൾ നമ്മൾ പഠിക്കണം. ഒന്നാമത്തെ പ്രത്യേകത പറയാൻ പോവുകയാണ്. ഒരു സ്വലാത്ത് കൊണ്ട് നമുക്ക് തുടങ്ങാം. സ്വലാത്ത് കൊണ്ട് മാറാത്ത രോഗമില്ലല്ലോ, സ്വലാത്ത് കൊണ്ട് വീഴാത്ത കടങ്ങളില്ലല്ലോ, സ്വലാത്ത് കൊണ്ട് തീരാത്ത കഷ്ടപ്പാടില്ല. സാധുവായി എനിക്കൊരുപാട് സങ്കടങ്ങളുണ്ട്. ഈ വേദിയിലും ഈ സദസ്സിലും നിൽക്കുന്ന നിങ്ങൾക്കൊക്കെ ഒരുപാട് നീറുന്ന 100 കൂട്ട സങ്കടങ്ങളാണ്. രോഗം മാറണം, കടങ്ങൾ വീടണം, മക്കളെ കെട്ടിക്കണം, മക്കളുണ്ടാവണം, ജോലി വേണം, വീട് വേണം, എന്തെല്ലാം ആഗ്രഹങ്ങള്. സ്വലാത്ത് കൊണ്ട് വീടാത്ത ഒരു പ്രയാസമില്ല. ഇൻഷാ അല്ലാഹ് നല്ലൊരു ശബ്ദത്തിൽ ഒരു സ്വലാത്ത് ചൊല്ലി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ 9 പ്രത്യേകതകളിൽ നിന്ന് ഒന്നാമത്തെ പ്രത്യേകതയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നല്ല ശബ്ദത്തിൽ സ്വലാത്തിൽ, നല്ല ശബ്ദത്തിൽ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, ചൊല്ലു അസ്സലാത്തു الصلاة والسلام عليك يا حبيب الله. അല്ലാഹുവേ ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രോഗങ്ങൾക്ക് നീ ശിഫ തരണേ അല്ലാഹ്, നീ ശിഫ തരണേ അല്ലാഹ്. ഇന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന്, കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു സലാം എന്ന പ്രിയപ്പെട്ട സുഹൃത്ത് വിളിച്ച് ഇപ്പൊ ഫോൺ വിളിച്ചു വെച്ചിട്ടുള്ളൂ. ഉസ്താദേ, ജ്യേഷ്ഠന്റെ മകൻ വാഹനത്തിൽ നിന്ന് വീണ്
തലച്ചോറ് തലയോട്ടി പൊട്ടിയിട്ടുണ്ട്. ഇപ്പോ അതിന്റെ ദ്രാവകങ്ങളാണ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ രക്തമൊക്കെയാണ് ഛർദ്ദിക്കുന്നത്. തലയുടെ ഉള്ളിന്റെ ഭാഗം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അജ്മീർ ഉപ്പാപ്പാന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ ഹൈറാണെങ്കിൽ ശിഫ കൊടുക്കുമാറാവട്ടെ. യാ റബ്ബേ, നീ എന്താണോ ഹൈറാക്കി വെച്ചത് ആ ഹൈർ നീ കൊടുക്കണേ റഹ്മാനെ. അപകടങ്ങളെ തൊട്ട് പ്രയാസങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ആ കുടുംബത്തിനും ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ റഹ്മാനെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒന്നാമത്തെ പ്രത്യേകത, മഹദിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എനിക്ക് അല്ലാഹു 9 പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട് സ്വഹാബാ. അതിൽ നിന്ന് ഒന്നാമത്തെ പ്രത്യേകത എന്തെന്നറിയോ? എന്റെ രൂപത്തിൽ എന്റെ ഫോട്ടോയുമായിട്ട് ഞാൻ ജനിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഫോട്ടോയുമായിട്ട് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ പ്രവാചകന്റെ മുമ്പിൽ 2 തവണ ഇറങ്ങി വന്നിട്ടുണ്ട് സ്വഹാബാ. 2 തവണയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഫോട്ടോയുമായിട്ട് നസലനി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ജാഅനി ബിസൂറത്തിൽ മിഹ്റാഇൽ ഖർലാഹി, ഒരു പച്ചപ്പുതപ്പിലെ ഒരു പച്ചപ്പുതപ്പിന്റെ ഉള്ളിൽ പ്രവാചകന്റെ മുമ്പിലേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 2 തവണ വന്നിട്ടുണ്ട്. എന്നിട്ടോ നബിയെ, ഈ പച്ചപ്പുതപ്പിന്റെ ഉള്ളിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയാണ് നബിയെ. ഒരു സുന്ദരിയായ മനോഹരമായ മധുര മനോഹരമായ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയാണ് നബിയെ. ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയുണ്ടല്ലോ നബിയെ, ഇത് തങ്ങളുടെ ഭാര്യയാണ് നബിയെ. ഹാദിഹി സൗജത്തുക ഫിദ്ദുനിയാ വൽ ആഖിറ യാ റസൂലല്ലാഹ്. ഇത് ദുനിയാവിലും ആഖിറത്തിലും പടച്ച തമ്പുരാനെ നിങ്ങൾക്ക് അല്ലാഹു തന്ന ഭാര്യയാണ് നബിയെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജനിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് ആയിഷ ബീവിയുടെ ഫോട്ടോയുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 2 തവണ പ്രവാചകന്റെ മുമ്പിലേക്ക് ചെന്നിട്ടുണ്ട്. ഇത് ആയിഷ ബീവിയുടെ പ്രത്യേകതയാണ്. ഇത് എന്റെ പ്രത്യേകതയാണ് സഹാബ, എന്റെ പവറാണ് സഹാബ. മറ്റുള്ള ഭാര്യമാരെ ഫോട്ടോയുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ മുമ്പിലേക്ക് ചെന്നിട്ടില്ല. എന്റെ ഫോട്ടോയുമായിട്ട് 2 തവണയാണ് പ്രവാചകന്റെ മുമ്പിലേക്ക് അല്ലാഹുവിന്റെ മാലാഖ ഇറങ്ങിയതെന്ന് മഹദിയായ ആയിഷ ബീവി പറയുകയാണ്. ഇതാണ് ആയിഷ ബീവിയുടെ ഒന്നാമത്തെ പ്രത്യേകത. 2 തവണ നബി തങ്ങളെ സമീപത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, നബിയെ, ഈ ഫോട്ടോയിൽ കാണുന്ന സുന്ദരി കുട്ടി ഉണ്ടല്ലോ, ഇതാണ് നിങ്ങൾക്കുള്ള ഭാര്യ. നബി തങ്ങൾ അപ്പോഴൊക്കെ പറഞ്ഞു, അല്ലാഹു തീരുമാനിക്കട്ടെ ജിബ്രീൽ അലൈഹിസ്സലാം. ഇത് ഒന്നാമത്തെ പ്രത്യേകതയാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്തെന്നാണ്? മറ്റുള്ള ഭാര്യമാരിൽ നിന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹു കൊടുത്ത രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? ഹബീബായ പ്രവാചകന്റെ ഭാര്യമാരിൽ നിന്ന് ഏക കന്യകയായ സുന്ദരക്കുട്ടിയായ പൊന്നുമോൾ, അത് മഹദിയായ ആയിഷ ബീവി മാത്രമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെ കൂട്ടത്തിൽ നിന്ന് ഏക കന്യകയായ പൊന്നുഭാര്യ. ഇത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ രണ്ടാമത്തെ പ്രത്യേകതയാണ്. മാത്രമല്ല ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയുകയാണ്, ഇനി എന്റെ മൂന്നാമത്തെ പ്രത്യേകത എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് അത് എന്റെ വീട്ടിൽ കിടന്നിട്ടാണ് സഹാബാ. എന്റെ വീട്ടിൽ കിടന്നിട്ടാണ് എന്റെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ടുള്ളത്. എന്റെ പ്രവാചകർ വഫാത്താകുന്ന സമയത്ത് എന്റെ മടിയിൽ കിടന്നുകൊണ്ടാണ് വഫാത്തായത് സഹാബാ. മറ്റുള്ള ഭാര്യമാർക്ക് അല്ലാഹു കൊടുക്കാത്ത ഏറ്റവും വലിയ പവർ അല്ലാഹു എനിക്ക് തന്നത്, തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതി, എന്റെ ഭവനത്തിൽ കിടന്നുകൊണ്ടാണ്. വഫീ മഹ്ദി, എന്റെ മടിത്തട്ടിൽ കിടന്നുകൊണ്ടാണ്. എന്റെ മടിത്തട്ടിൽ കിടന്നുകൊണ്ടാണ് എന്റെ പ്രവാചകരെ ലോകത്തോട് വിട പറഞ്ഞു പോയത് സഹാബാ. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, വഫാത്താകുന്ന സമയത്ത് എന്റെ പ്രവാചകർക്ക് മിസ്വാക്ക് ചെയ്തു കൊടുത്തത് അത് ഞാനാകിരുന്ന സഹാബാ. അതൊക്കെ വലിയ പ്രത്യേകതയല്ലേ?
ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു പ്രത്യേകതയാണ് അവരുടെ വീട്ടിൽ, അവരുടെ മടിത്തട്ടിൽ, അവരുടെ രാത്രി, ഓരോ ഭാര്യമാർക്കും ഓരോ രാത്രിയാണ്, ഓരോ ദിവസങ്ങളാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് അള്ളാഹു നൽകിയ ആ രാത്രിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത്. മാത്രമല്ല ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു, അഞ്ചാമത് എനിക്ക് അള്ളാഹു തന്ന അഞ്ചാമത്തെ പ്രത്യേകത എന്താ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹയി ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ പ്രവാചകന്റെ സമീപത്തുണ്ടാവാറുണ്ട്. മറ്റുള്ള ഭാര്യമാര് ആ സമീപത്തുണ്ടാവാറില്ല. ആ സമയത്ത് നബി തങ്ങളെ സമീപത്തുണ്ടാകില്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹയി ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക രീതിയാണ്, ഒരു പ്രത്യേകമായ രീതിയാണ്. അതുകൊണ്ട് തന്നെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ പ്രവാചകർക്ക് വഹി ഇറങ്ങുന്ന സമയത്ത് ഞാൻ എന്റെ പ്രവാചകന്റെ പരിസരത്തുണ്ടായിട്ടുണ്ട് സഹാബ. മറ്റുള്ള ഭാര്യമാർക്ക് പേടിയാണ് പ്രവാചകന്റെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹിയുമായിട്ട് ഇറങ്ങി വരുമ്പോ അവർക്ക് പേടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ് കാണുമ്പോൾ. പക്ഷേ ഞാൻ പേടിച്ചുകൊണ്ട് പിന്മാറാറില്ല. ഞാൻ എന്റെ പ്രവാചകന്റെ സമീപത്തെ ഉണ്ടാവാറുള്ള സ്വഭാവ. അതുകൊണ്ടല്ലേ പ്രവാചകന്മാരെ കൂട്ടത്തിൽ നിന്ന്, പ്രവാചകന്റെ ഭാര്യമാരെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ ഉദ്ധരിച്ച മഹദിയാണ്, ഒരുപാട് അറിവുകളുള്ള മഹദിയാണ്. 40 വർഷം പരിശുദ്ധമായ ഇൽമുമായിട്ട് ജീവിച്ച്, ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിച്ച മഹദിയാണ്. കാരണം പ്രവാചകനൊക്കെ വഹി ഇറങ്ങി വരുമ്പോഴെല്ലാം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ സമീപത്തുണ്ടാകാറുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഭാര്യമാരെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് അറിവുള്ളവളായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വിവാഹം നടക്കുന്ന സമയത്ത് മദീനയിലെ 16 പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് എഴുത്തും വായന അറിയുന്നവരുണ്ടായിരുന്നത്. 16 പുരുഷന്മാരും ഒരു സ്ത്രീയും. മഹദിയാകുന്ന ശിഫാ ബിൻത് അദ്വിയ റളിയല്ലാഹു അൻഹ, മഹദിയാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് എഴുത്ത് പഠിപ്പിച്ചു കൊടുത്തത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ അറിവുണ്ടായിരുന്നു. കാരണം എന്താണ്? പ്രവാചകന്റെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയുമായിട്ട് ഇറങ്ങി വരുമ്പോൾ ഞാൻ പ്രവാചകന്റെ പരിസരത്ത് ഉണ്ടാകാറുണ്ട് സഹാബ. ഇത് എനിക്ക് അല്ലാഹു നൽകിയ അഞ്ചാമത്തെ പ്രത്യേകതയാണ്. ഇനി ആറാമത്തെ പ്രത്യേകത പഠിക്കണം പ്രിയപ്പെട്ടവരെ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു നൽകിയ ആറാമത്തെ പ്രത്യേകത എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖലീഫയുടെ കൂട്ടുകാരന്റെ മകളാണ്. പ്രവാചകന്റെ കൂട്ടുകാരല്ല മകളാവാനുള്ള ഭാഗ്യമല്ലേ മറ്റുള്ള ഭാര്യമാരെക്കാളും മഹദിയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് എടുത്തു കാണിക്കുന്ന മറ്റൊരു പ്രത്യേകതയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനായ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട പൊന്നുമോളാവാ എനിക്ക് അല്ലാഹു ഭാഗ്യം തന്നിട്ടുണ്ട് സഹാബ. ഇനി പറയട്ടെ, ഏഴാമത്തെ പ്രത്യേകത പറയട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എനിക്ക് അല്ലാഹു തന്ന ഏഴാമത്തെ പ്രത്യേകത എന്തെന്നറിയോ? എന്റെ പേരിൽ മദീനയിലെ ചില ആളുകൾ മുനാഫിക്കീങ്ങൾ ആരോപണം പറഞ്ഞപ്പോ, എന്റെ പേരിൽ വ്യഭിചാര ആരോപണം പറഞ്ഞപ്പോ, ഞാൻ ചെയ്യാത്ത കുറ്റത്തിനല്ലേ എന്നെ പരിഹസിച്ച സമയത്ത് അല്ലാഹുവേ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ അല്ലാഹു ആയത്ത് ഇറക്കിയിട്ടുണ്ട് സഹാബ. ഇത് മറ്റുള്ള ഭാര്യമാർക്ക് അല്ലാഹു കൊടുക്കാത്ത ഏറ്റവും വലിയ പവറാണ്. ഇത് അല്ലാഹു എനിക്ക് തന്ന ഏറ്റവും വലിയ സ്ഥാനമാ. എന്റെ പേരിലാണ് സഹാബ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിൽ സൂറത്തുൻ നൂറിലൂടെ ആയത്ത് ഇറക്കിയിട്ടുണ്ട് എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ പേരെടുത്ത് ആ പേരിൽ ആയിഷ ബീവിക്ക് അവിടുത്തെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി മാത്രം അല്ലാഹുവിന്റെ ഖുർആനിൽ സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. അതിനൊരു കാരണം, മദീനയിലെ ചില മുനാഫിക്കീങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ പേരിൽ വ്യഭിചാര ആരോപണം പറഞ്ഞിരുന്നു. അതൊരു വിശാലമായ ചരിത്രം, ഞാൻ ചുരുക്കി പറഞ്ഞു തരാം. എന്തുകൊണ്ടാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ പേരിൽ എങ്ങനെ സൂറത്തിൽ ആയത്തുകൾ ഇറങ്ങാനുള്ള കാരണം? ഒരിക്കൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ കൂടെ യാത്ര പോയപ്പോ പല യാത്രയിലും നബി തങ്ങളെ ഭാര്യമാര് ആര് പോരണമെന്ന്
തിരഞ്ഞെടുക്കാൻ വേണ്ടി നറുക്കിടാറുണ്ട്. എല്ലാരും കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല, അപ്പൊ നറുക്കിടാറുണ്ട്. അന്ന് ആ ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഈ ചരിത്രം വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കണം. നബി തങ്ങൾ നറുക്കിട്ട സമയത്ത് ആ നറുക്ക് വീണത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായിട്ട് നബി തങ്ങൾ യാത്ര പോയി. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരിക, കൂടെ സ്വഹാബത്തൊക്കെ ഉണ്ട്. പരിശുദ്ധമായ ഹിജ്റയുടെ 6ാം വർഷത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോൾ പ്രിയപ്പെട്ട സ്വഹാബത്തുമുണ്ട്. ഒരുപാട് വിദൂര യാത്രയായിരുന്നു കഴിഞ്ഞ് മടങ്ങി വരികയാണ്. പാതിരാ സമയത്താണ് യാത്ര ചെയ്യുന്നതല്ലാ. രാത്രി സമയത്ത് മദീനയുടെ മധ്യഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. മദീനയുടെ പ്രവാചകന്റെ വാസസ്ഥലത്തേക്ക് യാത്രാ സംഘം എത്താറായിട്ടുണ്ട്. എന്നാൽ യാത്രയുടെ ഇടയിൽ ഒരുപാട് ദൂരെ നിന്ന് വരുന്ന യാത്രയല്ലേ. ആ യാത്രയുടെ ഇടയിൽ നിന്ന് വിശ്രമിക്കാൻ വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഹനം നിർത്തുകയാണ്. ഒരുപാട് ദൂരെ നിന്ന് വരുന്ന യാത്രയാണ്. അതുകൊണ്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി, ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തും വാഹനമെല്ലാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അല്പനേരം വിശ്രമിക്കുകയാണ്. എല്ലാവരും വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പരിസരത്തിറങ്ങി വിശ്രമിക്കുമ്പോൾ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വിശ്രമിക്കാൻ വേണ്ടി പുറത്തിറങ്ങുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എല്ലാ വിശ്രമവും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് തന്റെ കഴുത്തിലുണ്ടാകുന്ന ഒരു മാല നഷ്ടപ്പെട്ടത് മഹദിയുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട മഹദിയാകുന്ന ഹഫ്സ ബീബി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങിയ മാലയാണ്. പഴയ കാലത്തൊക്കെ ഉമ്മമാരങ്ങനെയാണ്. ഒരു വിദൂരമായ യാത്ര പോകുമ്പോൾ, ഒരു വിവാഹത്തിനോ ഫംഗ്ഷനിനോ പോകുമ്പോൾ അയൽവാസികളുടെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന്, അയൽവാസിയുടെ കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് മാല കടം വാങ്ങിയിട്ടല്ലേ പോവാറുള്ളത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അങ്ങനെയാകുന്ന ഹഫ്സ ബീബി റളിയല്ലാഹു അൻഹ ധരിച്ചിരുന്ന സ്വർണ്ണത്തിന്റെ മാല, ആ മാല വാങ്ങിയിട്ടായിരുന്ന മഹദി അവர்கள் യാത്ര പോയിരുന്നത്. ആ യാത്രക്കിടയിൽ വിശ്രമിക്കാൻ ഇറങ്ങിയപ്പോൾ തന്റെ മാല നഷ്ടപ്പെട്ടു പോയി. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് സങ്കടം വരികയാണ്. എല്ലാവരും വാഹനത്തിൽ നിന്നിറങ്ങി ഇങ്ങനെ പുറത്തിങ്ങനെ വിശ്രമിക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? അല്ലാഹുവേ, എന്റെ മാല നഷ്ടപ്പെട്ടല്ലോ. സ്വന്തം മാലയാണെങ്കിൽ മടങ്ങി പോരായിരുന്നു, പക്ഷെ അത് കടം വാങ്ങിയ മാലയല്ലേ, തിരിച്ചു കൊടുക്കണ്ടേ. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ മാല ഇങ്ങനെ തെരഞ്ഞിങ്ങനെ നടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും യാത്രയുടെ ഇടയിൽ വിശ്രമമൊക്കെ കഴിഞ്ഞ് വാഹനത്തിലേക്ക് തിരിച്ചു കയറി. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മാത്രം വാഹനത്തിൽ കയറിയില്ല. ആയിഷ ബീബി വാഹനത്തിൽ കയറാത്ത വിവരം നബി തങ്ങളും അറിഞ്ഞില്ല, മറ്റുള്ള സ്വഹാബത്തും ആരും അറിഞ്ഞില്ല. കാരണം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മാല ഇങ്ങനെ തെരഞ്ഞെടുക്കുക. അല്ലാഹുവേ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തും യാത്രയുടെ വിശ്രമമെല്ലാം കഴിഞ്ഞുകൊണ്ട് വാഹനം തിരിച്ചു പോവുകയാണ്. അവരുടെ യാത്ര തുടരുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വാഹനത്തിൽ കയറിയില്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മാല തിരഞ്ഞു നടക്കുകയാണ്. അവസാനം മാല ലഭിച്ചപ്പോൾ അൽഹംദുലില്ലാഹ്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തന്റെ വാഹനത്തിന്റെ പരിസരത്തേക്ക് വരികയാണ്. ആ സമയത്ത് പ്രവാചകൻ സ്വഹാബത്തും തന്റെ യാത്രാസംഘം കടന്നുപോയി. അല്ലാ, അറിഞ്ഞില്ലല്ലോ, അവരറിഞ്ഞില്ലല്ലോ അല്ലാ, ഞാൻ വരാത്തത് അവരറിഞ്ഞില്ല റബ്ബേ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ സങ്കടം വരികയാണ്. ഇനി എന്ത് ചെയ്യും റഹ്മാനെ? ഈ മദീനയുടെ പരിഭൂമിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ല അല്ലാ, ഇനി ഞാൻ എന്ത് ചെയ്യും നാദാ? ഉടനെ തന്നെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചെയ്തതെന്താണ്? ആ പരിസരത്തുള്ള ഒരു കല്ലിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്റെ പ്രവാചകർ എന്നെ കാണാതെ വരുമ്പോ മടങ്ങി വരുമല്ല നാദാ, എന്റെ മുത്ത് റസൂലുള്ളാഹി മദീനയിലെത്തുമ്പോ എന്നെ വാഹനത്തിൽ കണ്ടിട്ടില്ലെങ്കിൽ എന്നെ തിരഞ്ഞുകൊണ്ട് വരുമല്ല നാദാ, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് മഹദിയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ കല്ലിന്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, പാതിരാ സമയമാണ്. എല്ലാ
യാത്രയുടെ പിന്നിലും ഒരു സ്വഹാബി വരാറുണ്ട്. പ്രവാചകർ എങ്ങോട്ട് യാത്ര പോകുമ്പോഴും ഒരു സ്വഹാബിയെ പിറകിലാണ് കൊണ്ടുവരാറുള്ളത്. കാരണം എന്താണ്? ഈ യാത്രാ സംഘത്തിന്റെ കടയിൽ നിന്ന് വല്ല വസ്തുക്കളും റോഡുകളിൽ നഷ്ടപ്പെട്ടു പോയാല് അതെല്ലാം തെരഞ്ഞു കണ്ടുപിടിക്കാൻ ഒരു ധൈര്യവാനായ സ്വഹാബിയെ പ്രവാചകർ ഏൽപ്പിച്ചിരുന്ന അല്ലാഹ്. ആ സ്വഹാബി ആരെന്നറിയോ? മഹാനായ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു ആണ്. വലിയ ധൈര്യവാനായ സ്വഹാബിയാണ്. പാതിരാ സമയത്ത് യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോ തനിച്ചാണ്, കൂട്ടുകാരില്ലാത്ത കൂടപ്പുറപ്പുകളില്ലാതെ തനിച്ചാകുന്ന ആ സ്വഹാബി യാത്രയിൽ നിന്ന് മടങ്ങി വരാറുള്ളത്. അങ്ങനെ യാത്രയിൽ നിന്ന് തനിച്ചിങ്ങനെ സഫ്വാൻ എന്നവരെ മടങ്ങി വരുമ്പോ അല്ലാഹ് മദീനയിലെ ആ ഒഴിഞ്ഞ മരുഭൂമിയിൽ ഒരു കല്ലിന്റെ മുകളിൽ ഒരു രൂപം ഇങ്ങനെ ഇരിക്കുന്നത് കാണുകയാണ്. സഫ്വാൻ എന്നവരെ അടുത്തേക്ക് ചെന്ന് നോക്കുകയാണ്. ആ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അറിഞ്ഞത് അല്ലാഹ് ഞാൻ കാണുന്നത് ആരാണ്? അത് മഹദിയായ ആയിഷ ബീവി ഉമ്മയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആയിഷ ബീവി ഉമ്മയെ കണ്ട ഉടനെ തന്നെ സഫ്വാൻ എന്ന സ്വഹാബി പറയുകയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന്റെ മുമ്പാണ് ഈ സംഭവം നടന്നത്. ആ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന്റെ മുമ്പ് സംഭവം നടന്നത് കൊണ്ടാണ് എന്നെ കണ്ടപ്പോ സഫ്വാൻ എന്നവർ തിരിച്ചറിഞ്ഞത് സ്വഹാബാ. ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന്റെ മുമ്പായത് കൊണ്ട് സഫ്വാൻ എന്നെ മനസ്സിലായി. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകണം എന്താ? ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുഖം മറ്റാരും കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മനസ്സിലായി. ഉടനെ തന്നെ ചോദിച്ചു ആയിഷ ബീവി എങ്ങനെയാണ് ഇവിടെ ഒറ്റപ്പെട്ടത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു യാത്രാ സംഘം വിശ്രമിക്കാൻ ഇറങ്ങിയപ്പോ ഞാനും വിശ്രമിച്ചതാണ് സഫ്വാനെ. എന്റെ കയ്യിലുണ്ടാകുന്ന മാല നഷ്ടപ്പെട്ടപ്പോൾ ആ മാല തിരഞ്ഞു പിടിച്ച് ഞാൻ വാഹനത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും എന്റെ റസൂലുള്ള യാത്ര തുടർന്നു സഫ്വാൻ. ഉടനെ തന്നെ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്തിൽ നിന്ന് ചാടി ഇറങ്ങുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ആ ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കാൻ പറയുകയാണ്. ഒട്ടകക്കട്ടിലിന്റെ മുകളിൽ മഹദിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കയറിയിരിക്കുകയാണ്. ഒട്ടകത്തിലെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് സഫ്വാൻ അവരെ മദീനയിലേക്ക് നടക്കുകയാണ്. ഈ ചരിത്രം പറയുമ്പോ ആയിഷ ബീവി പറയുന്നത് കാണാം അന്ന് മദീനയിൽ എത്തുന്നത് വരെ പിന്നെ സഫ്വാൻ എന്നവരെന്നോട് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല സഹാബാ. എന്നോടൊന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല സഹാബാ. അല്ലാഹുവേ ഒട്ടകത്തിന്റെ പുറത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് നടക്കുന്ന സഫ്വാൻ എന്ന സ്വഹാബിയാണ്. അങ്ങനെ പാതിരാ സമയത്തല്ലേ യാത്ര പോകുന്നത്. മദീനയിലെത്തുന്നത് സുബഹി സമയത്താണ്. പിറ്റേന്ന് സുബഹിയുടെ സമയത്താണ് മദീനയിലെത്തുന്നത്. സഫ്വാൻ എന്ന സ്വഹാബിയുടെ ഒട്ടകപ്പുറത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്നിറങ്ങുന്നത് മദീനയിലെ ചില മുനാഫിഖീങ്ങൾ കണ്ടപ്പോ ആ മുനാഫിഖീങ്ങൾ അവസരം മുതലാക്കുകയാണ്. മുഹമ്മദ് എന്ന പ്രവാചകന്റെ ഭാര്യയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സഫ്വാൻ എന്ന സ്വഹാബിയുടെ കൂടെ ഇന്നലെ രാത്രി ഒട്ടകക്കട്ടിലിൽ കഴിഞ്ഞ ജനങ്ങളെ സഫ്വാൻ എന്ന സ്വഹാബിയുടെ കൂടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒളിച്ചോടി പോയി ജനങ്ങളെ. 60 പ്രായം കഴിഞ്ഞ മുഹമ്മദ് എന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട കന്യകയായ ഭാര്യ, ചെറുപ്പക്കാരിയായ ഭാര്യയല്ലേ ആരോഗ്യമുള്ള സഫ്വാൻ ഇബ്നു മുഅത്തലിന്റെ കൂടെ ആയിഷ ബീവി രാത്രി താമസിച്ചു ജനങ്ങളെ എന്ന് മദീനയിലെ ചില മുനാഫിഖീങ്ങൾ അങ്ങനെ ആരോപണം പറയാൻ തുടങ്ങി. സഫ്വാൻ എന്ന സ്വഹാബിയുടെ ഒട്ടകപ്പുറത്ത് നിന്ന് ആയിഷ ബീവി ഇറങ്ങി വരുന്നത് കണ്ടപ്പോ ഇന്നലെ സഫ്വാന്റെ കൂടെ ആയിരുന്നു ആയിഷ. കാരണം സുബൈന്റെ സമയത്തല്ലേ വന്നിറങ്ങുന്നത്. പരിഹസിക്കാൻ തുടങ്ങി, ആരോപണങ്ങൾ പറയാൻ തുടങ്ങി. ഇന്നും അങ്ങനെയല്ലേ? നമ്മുടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ആയിഷ ബീവി ഉമ്മയെ വരെ ജനങ്ങൾ വെറുതെ വിട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ.
ഗീബത്ത് പറയുന്നവരും നമീമത്ത് പറയുന്നവരും കുറ്റപ്പെടുത്തുന്നവർക്ക് എല്ലാവരും ഉണ്ടാകും. അതൊക്കെ പഴയ കാലത്തെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ അഫൂ ചെയ്ത് നമ്മൾ തിരിച്ചൊന്നും പറയാതെ അള്ളാഹു നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ ചരിത്രം നമുക്ക് വലിയ പാഠമാണ്. അവരെ പരിഹസിക്കാൻ തുടങ്ങി. ആയിഷ ബീവിയെയും സുഫ്വാൻ എന്ന സ്വഹാബിയെയും പരിഹസിക്കാൻ തുടങ്ങി. ഈ വിവരമൊന്നും ആയിഷ ബീവി അറിയില്ല. അപ്പൊ ഇന്നൊക്കെ അങ്ങനെയാണല്ലോ, ഒരു ന്യൂസ് എത്തിക്കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ ഒന്ന് സെൻഡ് ചെയ്താൽ മതി, ലോകത്ത് എല്ലാ സ്ഥലത്തും എത്തും. അത് ശരിയാണോന്ന് അറിയേണ്ട, അത് തെറ്റാണോന്ന് അറിയേണ്ട. അള്ളാഹു നമുക്ക് സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവെ ഞങ്ങളെ സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നമ്മൾ ആരെ പറ്റിയും മോശമായത് കമന്റ് ചെയ്തുകയോ മോശമായ, ഇനിയിപ്പോ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നത്, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ രാഷ്ട്രീയങ്ങൾ ഉണ്ടാവും. മറ്റുള്ളവരെ പഴിചാറിയിട്ട് കുറ്റപ്പെടുത്തലോ, ഇതൊക്കെ റബ്ബിന്റെ കോടതി വിശ്വസിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളൊക്കെ. മറ്റുള്ളവരെ ഉള്ളത് പറഞ്ഞിട്ടും ഇല്ലാത്തത് പറഞ്ഞിട്ടും വേദനിപ്പിക്കുന്നതൊക്കെ ഗൈബത്താണെന്ന് പഠിപ്പിച്ച മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ്. ഇവിടെയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പ്രസക്തി കിടക്കുന്നത്. മദീനയിലെ ചില മുനാഫിഖീങ്ങൾക്ക് ഇത് വലിയൊരു ആഘോഷമായി. കാരണം പ്രവാചകനെ എങ്ങനെയെങ്കിലും തരം താഴ്ത്താൻ വേണ്ടി അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ട് നടക്കുക. ഒരു നിലക്കും മുത്തുനബിയെ പരിഹസിക്കാനും മുത്തുനബിയെ താറടിക്കാനും കഴിയാതെ വന്നപ്പോൾ അവസാനം ഇവർ ഉപയോഗിച്ച വാക്ക് അടവിതായിരുന്നു. ആയിഷ ബീവിയുടെ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ആരോപണം ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ ആരോപണങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. വ്യഭിചാരാരോപണം. കൂട്ടത്തില് സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് ചില സ്വഹാബത്ത് ഇതിൽ പങ്കാളിയായിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു സ്വഹാബിയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാട്ടുകാരനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മുനാഫിഖീങ്ങൾ പറയുന്നത് കേട്ടിട്ട് ചെറിയ രൂപത്തിൽ ആയിഷ ബീവി ഉമ്മയെ ചെറിയ രൂപത്തിൽ ആരോപണം പറഞ്ഞു. കൂട്ടത്തിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവർ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ചെറിയ രൂപത്തിലൊക്കെ ആരോപണം പറഞ്ഞിട്ടുണ്ട്. അതേ പ്രകാരം മിസ്തഹി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സ്വഹാബി ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. ആ സ്വഹാബി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ചെറുതായിട്ടൊരു ആരോപണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരായിരുന്ന പ്രിയപ്പെട്ടവരെ, മിസ്തഹ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ചെലവിൽ കഴിയുന്ന സ്വഹാബിയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വളരുന്ന പ്രിയപ്പെട്ട സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, മിസ്തഹേ, ഇനി ഒരു മുറുക്ക് വെള്ളം പോലും നിനക്ക് ഞാൻ തരൂലടാ മിസ്തഹേ. എന്റെ പൊന്നുമോളെ കുറിച്ച് ആരോപണം പറഞ്ഞവനാണ്. എന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമാരെ കുറിച്ചിട്ട് ആരോപണം പറഞ്ഞവരല്ലേ മിസ്തഹേ. അതുകൊണ്ട് നിനക്ക് ഞാനിന് ഭക്ഷണം തരൂല എന്ന ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ആയത്തിറങ്ങുന്ന പറഞ്ഞു കൊടുക്ക നബിയേ, അവരുടെ ഭക്ഷണം തടയല്ലേ നബിയേ, അവരെ തൗബ ചെയ്യട്ടെ നബിയേ. ആരോപണം പറഞ്ഞു അവരോട് മാപ്പ് ചോദിക്കട്ടെ നബിയേ. അതിന്റെ പേരിൽ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു കൊടുക്കുക, മിസ്തഖിനുള്ള ഭക്ഷണം നിങ്ങൾ മുടക്കല്ലേ നബിയേ. അല്ലാഹുവേ, മദീനയിലാകെ ഫ്ലാഷ് ആവുകയാണ്. ആയിഷ ബീവിയെയും സഫ്വാൻ എന്ന സ്വഹാബിയെയും കുറിച്ചിട്ട് വ്യഭിചാരാരോപണം പറയുകയാണ്. ഒരു വ്യഭിചാരാരോപണം പറഞ്ഞാൽ സങ്കടം വരാത്തവരാരാ? ഒരു കള്ളാരോപണം പറഞ്ഞാൽ സങ്കടം വരാത്തവരാരാ? സാമ്പത്തിക കൃത്രിമക്കേട് കാണിച്ചു എന്ന് പറഞ്ഞ് ചെയ്യാത്ത കുറ്റത്തില്ല, നെറുകേടുത്തരത്തില്ല നമ്മുടെ പേരിൽ ആരോപണങ്ങൾ പറയുമ്പോ അത് സ്വന്തക്കാര് പറയും, കൂടപ്പിറപ്പ് പറയും, കൂട്ടുകാര് പറയും. പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഭക്ഷണം കൊടുത്ത് വളർത്തിയ മിസ്തഖ് എന്ന സ്വഹാബി ഒരു ആരോപണം പറഞ്ഞെങ്കിൽ ഏത് ആരോപണങ്ങൾ മല പോലെ വന്നാലോ അതിനെ എല്ലാം നേരിടാനുള്ള ഈമാൻ എന്ന ക്ഷമാകുന്ന പർവ്വതത്തിനേക്കാളും ശക്തിയുള്ള മനസ്സ് എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടെങ്കിൽ അല്ലാഹു പറയുകയാണ് നബിയേ, ആ വിഭാഗമാണ് വിജയിച്ചു പോയത് നബിയേ. ആരെന്ത് പറഞ്ഞാലും തിരിച്ചു പറയാൻ പാടില്ല. ആരെ പരിഹസിച്ചാല് ഗീബത്ത് പറഞ്ഞാല് നമീമത്ത് പറഞ്ഞാല് ആരെ നിങ്ങളെ വേദനിപ്പിച്ചാലും അല്ലാഹ് അവരെ തിരിച്ചൊന്ന് വേദനിപ്പിക്കാതെ നല്ല സംവാദത്തിലുള്ള സന്തോഷത്തിന്റെ സാഹോദര്യത്തിലുള്ള മനസ്സുമായിട്ട് നിങ്ങൾ അവരോട് ഇടപെടണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. കാരണം ഒരു ഭാര്യയെ പറ്റിയിട്ടല്ലേ പറയുന്നത്.
ഒരു ഭാര്യയെ പറ്റിയിട്ടല്ലേ പറയുന്ന, സങ്കടം വരാതിരിക്കോ? നബിതങ്ങൾ ആയിഷ ബീവിയോട് ഒന്നും മിണ്ടിയില്ല. നബിതങ്ങൾ മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ ആയിഷ ബീവിക്ക് വീണ്ടും സങ്കടം കൂടി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, ഞാൻ എന്റെ വീട്ടിലോട്ടൊന്ന് പോവട്ടെ നബിയെ. മദീനക്കാരെല്ലാം പരിഹസിക്കുകയാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല തങ്ങളെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല നബിയെ. ഞാനും സഫ്വാനും വ്യഭിചരിച്ചിട്ടില്ല നബിയെ. മദീനയിലെ മുനാഫിഖീങ്ങൾ പറഞ്ഞു കൂട്ടുന്നതാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ഭവനത്തിലേക്കുള്ള കുറച്ച് ദിവസം മാറി താമസിക്കട്ടെ നബിയെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതം കൊടുക്കുകയാണ്. സ്വന്തം ഭവനത്തിലേക്ക് മാറുമ്പോൾ ഉമ്മമാരെ, നിങ്ങൾക്ക് കുറച്ച് സമാധാനം ലഭിക്കാറില്ലേ? ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം തട്ടകമാകുന്ന വീട്ടിലേക്ക് നിങ്ങൾ പോകുമ്പോ നിങ്ങളെ മനസ്സിന് വലിയ സമാധാനമല്ലേ? അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെല്ലുകയാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോ ചെറിയ മകളാണ്, മഹദിയാകുന്ന ഉമ്മു റൂമാനുള്ള പ്രിയപ്പെട്ട ഉമ്മ ഓടി വരികയാണ്. കരയല്ല ആയിഷ, നീ കരയല്ല ആയിഷ, ആരെന്ത് പറഞ്ഞാലും ഞാനുണ്ട് ആയിഷ. ഈ ഉമ്മ നിന്നെ കുറ്റപ്പെടുത്തൂല ആയിഷ. കാരണം എനിക്കറിയാൻ ഈ സാനിയത്തായ പെണ്ണാണ്, എന്നെ പുരുഷന്റെ മുഖത്ത് പോലും ഒരു ഹറാമിയത്തിന്റെ നോട്ടം നോക്കാത്ത പെണ്ണാണ്. അതുകൊണ്ട് നീ സങ്കടപ്പെടണ്ട ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്ന് എന്റെ മനസ്സിന് വല്ലാത്ത സങ്കടം വരികയാണ്. കാരണം അല്ലാഹുവേ, പ്രവാചകർ പോലും എന്റെ വീട്ടിലേക്ക് വരുന്നില്ല. അന്ന് എനിക്ക് മനസ്സിന് സമാധാനം വരാൻ വേണ്ടി ഞാൻ ചൊല്ലിയ ദിക്ർ ഏതാണ്? എന്റെ കാസർഗോഡിലെ അറമാളക്കാരെ ദിക്ർ നമ്മളെ മറക്കാൻ പാടില്ല. അല്ലാഹു സങ്കടങ്ങൾ തരാത്തവരാരാ? അല്ലാഹു കണ്ണുനീര് തരാത്തവരാരാ? എത്ര പരീക്ഷണങ്ങളാണ് പടച്ച തമ്പുരാൻ നമുക്ക് തന്നിട്ടുള്ളത്. അല്ലാഹു പരീക്ഷണങ്ങൾ തരുമ്പോ തളരാത്ത പതറാത്ത മനസ്സോടെ പിടിച്ചു നിൽക്കണം പ്രിയപ്പെട്ടവരെ. രോഗം തന്ന പരീക്ഷണം തരാ, കടങ്ങൾ തന്ന പരീക്ഷണം തരാ, മക്കളെ തരാതെ പരീക്ഷണം തരാ, മക്കളെ തന്നുകൊള്ള പരീക്ഷണം തരാ. കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്, സങ്കടങ്ങളാണ്, പ്രയാസങ്ങളാണ്. ഏതെല്ലാം രൂപത്തിൽ പടച്ചു തമ്പുരാൻ നമ്മെ പിടിച്ചു കൊലുക്കൂലേ? ആ പരീക്ഷണങ്ങളിൽ നിന്ന് പതറാത്ത മനസ്സോടെ, തളരാത്ത മനസ്സോടെ പിടിച്ചു നിൽക്കാ. ഈ ദിക്ർ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കണേ. ഇത് നമുക്ക് പറഞ്ഞു തന്നതാരാ? എന്റെ പെങ്ങളെ, നിങ്ങൾക്കല്ലോ ഒരു പ്രയാസം തന്നോ? എന്റെ ചെറുപ്പക്കാരാ, നിങ്ങൾക്കല്ലോ ഒരു സങ്കടം തന്നാൽ നമ്മെ പോലെ സങ്കടത്തിലെ കനൽ കെട്ടുകളുടെ പർവ്വതങ്ങൾ കൊടുത്ത മഹദിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ വ്യഭിചാരോപണം പറഞ്ഞപ്പോ സ്വന്തം നാട്ടുകാരും കൂട്ടുകാരും കൂടപ്പുറപ്പൊക്കെ എതിര് പറഞ്ഞപ്പോ ആയിഷ ബീവി പറയുകയാണ്, അന്ന് എന്റെ മനസ്സിന് സമാധാനം ലഭിച്ചത് ഈ ഒരു ദിക്ർ കൊണ്ടാണ് സ്വഹാബാ. ആ ദിക്റാണ് സ്വഹാബാ എന്നെ പിടിച്ചിരുത്തുന്നത് സ്വഹാബാ. ആ ദിക്റാണ് സ്വഹാബാ. ആരോപണങ്ങളെ തളരാത്ത മനസ്സുമായിട്ട് ഒരു പെൺകുട്ടിയെ പോലെ ഒരുക്കുള്ള മനസ്സോടെ എന്നെ പിടിച്ചിരുത്തുന്നത് ആ ഒരു ദിക്റാണ്. ആ ദിക്ർ ഏതെന്നറിയോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൽ നസീർ. അല്ലാഹുവേ, നാട്ടുകാരനെക്കെതിരാണ്, കൂട്ടുകാരനെക്കെതിരാണ്, സ്വന്തം തട്ടകത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വളർന്ന മിസ്തക് പോലും എനിക്കെതിരാണ്. ആര് എനിക്കെതിരായാലും തമ്പുരാനെ, ഞാൻ ഹറാം ചെയ്തിട്ടില്ല എന്ന് നിനക്കറിയാമല്ല അല്ലാ. അതുകൊണ്ട് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. ആര് എന്നെ തള്ളി പറയട്ടെ, ആര് എന്നെ മോശപ്പെടുത്തട്ടെ, ആര് എന്നെ കുറ്റപ്പെടുത്തട്ടെ അല്ലാ, എന്റെ സ്വന്തം ഭർത്താവ് പോലും എനിക്കെതിരെ പറഞ്ഞാലോ ഹസ്ബുനല്ലാഹ്, നീ മതി റബ്ബേ, നീ മതി റബ്ബേ, നീ മതി തമ്പുരാനെ. എനിക്കാരും കൂട്ടിനില്ലെങ്കിലും നീയുണ്ടല്ലോ അല്ലാ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൽ നസീർ. ആ ദിക്ർ ചൊല്ലുന്നവരാരാ? അവരെ പ്രയാസങ്ങളെല്ലാം മാറ്റി കൊടുക്കുമെന്നാണ്. ആ ദിക്ർ ചൊല്ലുന്നവരാരാ? സങ്കടങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, ദുഃഖങ്ങൾ വരുമ്പോ തളരാത്ത മനസ്സോടെ, നല്ല മനസ്സോടെ, ക്ഷമയുള്ള
കറയുള്ള മനസ്സോടെ ആ ദിക്ർ ചെല്ലുന്നവരാരാ അവരെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കുമെന്ന് ആയിഷ ബീവിയുടെ ചരിത്രം നമ്മോട് പറയുകയാണ്. അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലിയ ദിക്റാണ്. എല്ലാവരും ഒന്ന് ചൊല്ലിയേ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. അല്ലാഹു പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. അവസാനം ഖുർആനിൽ ആയത്തിറങ്ങ എങ്ങനെ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്വന്തം വീട്ടിലാണ്. ഞാൻ വളരെ ചുരുക്കി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കയറി വരികയാണ്. ഒരുപാട് ദിവസമായി പ്രവാചകരെ വീട്ടിലേക്ക് വന്നിട്ട് അവസാന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വീട്ടിലേക്ക് വരികയാണ്. പ്രവാചകർ അസ്സലാമു അലൈക്കും യാ ആയിഷ. നബി തങ്ങളെ റോൾ മോഡലാകുന്ന സ്വലാഹിയത്തുള്ള ഭർത്താവ് എന്റെതങ്ങനാണ്. പിണക്കങ്ങളും ഇണക്കങ്ങളെല്ലാം മാറിക്കിട്ടാണ് ഒരു ഭർത്താവ് ചെയ്യേണ്ട ഏറ്റവും നല്ല പ്രവർത്തനം അതാണ്. ഏത് സമയത്ത് നിങ്ങൾ വീട്ടിലേക്ക് കയറി ചെന്നാലും സലാം പറയണം പ്രിയപ്പെട്ടവരെ. സലാം പറയാതെ നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കല്ല. ഹബീബായ പ്രവാചകന് സലാം പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറുകയാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമ്മയാകുന്ന ഉമ്മു റുമാൻ എന്ന മഹദിയുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, സങ്കടപ്പെടല്ലേ ആയിഷ, നീ കരയല്ലേ ആയിഷ. നീ നിരപരാധിയാണെങ്കിൽ അല്ലാഹുവിന്റെ വഹി വരും ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ ഞാൻ ചെയ്തിട്ടില്ല, നബിയേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല തങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ സങ്കടത്തോടെ ഇരിക്കുമ്പോഴാണ് പറന്നു വരികയാണ് ചിറകടിച്ചുകൊണ്ട് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. നബിയേ സങ്കടപ്പെടല്ല നബിയേ, വിഷമിക്കല്ല നബിയേ. തങ്ങളെ ഭാര്യയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നിരപരാധിയാണ് നബിയേ. ആയിഷ ബീബി തെറ്റ് ചെയ്തിട്ടില്ല നബിയേ. സഫ്വാൻ ഇബ്നു മുഅത്തൽ നിരപരാധിയാണ് നബിയേ. അത് മുനാഫിഖീങ്ങൾ പറഞ്ഞു വച്ചതാണ്. തങ്ങളെ പേരിൽ വ്യഭിചാര ആരോപണം പറഞ്ഞുകൊണ്ട് തങ്ങളെ തളർത്താൻ വേണ്ടി, തങ്ങളെ മനസ്സിനെ തളർത്താൻ മദീനയിലെ മുനാഫിഖീങ്ങൾ തീരുമാനിച്ചതാണ് നബിയേ. തങ്ങൾ ആയിഷ നിരപരാധിയാണ് നബിയേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് സൂറത്തുൻ നൂറിലൂടെ അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് സൂറത്ത് ഇറങ്ങുകയാണ്, ആയത്തുകൾ ഇറങ്ങുകയാണ്. ഇത് ആയിഷ ബീവി പറയുന്നു, ഇത് എനിക്ക് ഇങ്ങനെ ഒരു ആരോപണം എന്നാൽ എന്താ, എന്റെ പേരിൽ ഖുർആനിൽ ആയത്ത് ഇറങ്ങിയില്ലേ. ആയിഷ ബീവി വലിയ മഹത്വമാക്കിയിട്ട് പറയുകയാണ്. ഇത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു നൽകിയ 8ാമത്തെ പ്രത്യേകതയാണ്. 9ാമത്തെ പ്രത്യേകത മഹദി അവറുകൾ പറയുന്നു, എന്റെ പേരിൽ ഈ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു എനിക്ക് വലിയ സ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. ദുനിയാവില് അല്ലാഹു വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. മക്കയിൽ ചെന്നാൽ കാണാൻ കഴിയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഒരു സുന്ദരമായ പള്ളി. അല്ലാഹു ദുനിയാവിൽ അല്ലാഹു വലിയ മഹത്വങ്ങള് ഒരുപാട് മേഖലകളിലൂടെ വലിയ പവറുകൾ, വലിയ സ്ഥാനങ്ങൾ അല്ലാഹു ആയിഷ ബീവിക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ആഖിറത്തിലും 9ാമത്തെ ഒരു പ്രത്യേകതയാണ്, ആഖിറത്തിലും എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ വലിയ സ്ഥാനങ്ങൾ തന്നിട്ടുണ്ടെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം. ഇതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു കൊടുത്ത 9 പ്രത്യേകതകൾ. അല്ലാഹു കൊടുത്ത പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. നിങ്ങൾ ഉറക്കെ പറയും, അല്ലാഹു കൊടുത്ത പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. ഇനി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വളരെ ചുരുക്കി പറയാം, നുബുവത്തിന്റെ 4ാം വർഷമാണ് ജനിക്കുന്നത്. അഥവാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 44 വയസ്സ്. പ്രവാചകന്റെ 44ാമത്തെ വയസ്സിലാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. ജനിച്ച ഉടനെ തന്നെ എന്താ ചെയ്തതെന്നറിയോ? ഉമ്മയുടെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇല്ലായിരുന്നേ? ഉമ്മയുടെ പേര് നേരത്തെ പറഞ്ഞില്ലേ? ഇല്ലേ, പറഞ്ഞില്ലേ? ഓ യാ അല്ലാഹ്, മറന്നുപോയോ? എന്താ ഉമ്മയുടെ പേര് നമ്മൾ പറഞ്ഞല്ലോ? പറവനെ ഉറക്കെ പറ. ഉമ്മു റുമാൻ എന്ന മഹദി. അള്ളാഹു നമ്മുടെ സദസ്സിൽ വന്ന ഉമ്മമാർക്കൊക്കെ ഉമ്മു റുമാൻ മഹദിയുടെ കൂടെ ആയിഷ ബീവിയുടെ കൂടെ അള്ളാഹു സ്വർഗം കൊടുക്കുമാറാവട്ടെ. അള്ളാഹു നമുക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ. ജനിച്ച ഉടനെ തന്നെ
ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ജനിച്ച ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ഉപ്പയാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈകുഞ്ഞുമായിട്ട് ആദ്യം വന്നത് ഹബീബായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്കാണ്. നമ്മളൊക്കെ കണ്ടിട്ടില്ലേ, നമുക്ക് മക്കളുണ്ടായാൽ നമ്മൾ ഉസ്താദുമാരുടെ സമീപത്തേക്ക് നമ്മൾ മന്ത്രിക്കാൻ കൊണ്ടുപോകും. ഇതൊക്കെ നമുക്ക് കാണിച്ചു തന്നതാരാ? മഹദിമാരുടെ ജീവിത ചരിത്രമൊക്കെ എങ്ങനെയാ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ജനിച്ച ഉടനെ തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കൊണ്ടു ചെല്ലുകയാണ്. പ്രവാചകന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, നബിയേ, എനിക്ക് അല്ലാഹു ഒരു തങ്കക്കുടത്തെ തന്നുപോയി തങ്ങളെ. ഒരു പൊന്നുമോളെ പടച്ചു തമ്പുരാ തന്നുപോയി നബിയേ. ഈ പൊന്നുമോൾക്ക് തങ്ങളെന്ന പേര് വെക്കാമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ എന്ന പേര് വെക്കാൻ പറഞ്ഞതാരാ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ. പറയൂ നബിയേ, പറയൂ നബിയേ, പറയൂ നബിയേ. ആയിഷ എന്ന മനോഹരമായ മധുരമുള്ള പേര് പറയൂ നബിയേ എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്റെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ ഇറങ്ങി വരികയാണ്. അന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളും മുത്തു റസൂലുള്ളാഹിയും വലിയ സന്തോഷത്തിലാണ്. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പുഞ്ചിരിച്ചുകൊണ്ട് കള്ളച്ചിരിയോടെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. എല്ലാവരും സന്തോഷത്തെ ഇങ്ങനെ ചിരിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പുഞ്ചിരി, ചിരിയും ഇളിയും ഒരു ചിരിയുണ്ടല്ലോ, പുഞ്ചിരിയുണ്ട്, ഒരാക്കി ചിരിയുണ്ട്. അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ചിരി ഇങ്ങനെ കണ്ടപ്പോ മുത്തുനബി ചോദിച്ചു, അല്ല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിരിക്കണം, എന്തിനാ? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബി, ഇതിന്റെ രഹസ്യം നിങ്ങൾക്ക് പിറകീടറിയാൻ പറ്റും. ഞാനിപ്പോ ചിരിച്ചതിന്റെ രഹസ്യം നിങ്ങൾക്ക് പിറകീടറിയാൻ പറ്റും. ആരെ കൊണ്ടുവന്നപ്പോഴാ ചിരിച്ചേ? ആയിഷ ബീവി എന്ന കൈകുഞ്ഞുമായിട്ട്. ഇതിന്റെ മുമ്പും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ ഒരാക്കിയിട്ടുള്ളൊരു ചിരി ചിരിച്ചിരുന്നു. എപ്പോഴെന്നോ? സൂറത്തു റഹ്മാൻ ഇറങ്ങിയ സമയത്ത്. ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരാം. സൂറത്തു റഹ്മാൻ ഇറങ്ങിയ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സ്വഹാബ, കഅബാലയത്തിന്റെ പരിസരത്ത് പോയിട്ട് സൂറത്തു റഹ്മാൻ ഓതാൻ ധൈര്യമുള്ളവരാരാ? സ്വഹാബത്തിന് വല്ലാതെ അങ്ങോട്ട് ധൈര്യം പൊങ്ങൂല. കാരണം എന്താ? അവിടെ അബൂജഹൽ ഉണ്ടാവും, മുത്തുബത്തുണ്ടാവും, ചള്ളക്കടി കിട്ടും. അപ്പൊ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് വികലാംഗനായ സ്വഹാബിയുണ്ട്, ഇബ്നു മസ്ഊദ് തങ്ങൾ എണീറ്റ് പറഞ്ഞു, നബിയെ ഞാൻ ഓതാ, നബിയെ ഞാൻ ഓതി കൊടുത്തു വെള്ളം. ഉമർ ഫാറൂഖ് തങ്ങളൊക്കെ ഓതാൻ റെഡിയാണ്. പക്ഷെ അവരെങ്ങനെ പറയുമെന്ന് പേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഓതാ നബിയെ. ഇബ്നു മസ്ഊദേ, നിങ്ങൾ അവിടെ ഇരിക്ക്. പിന്നെ ആരാണ് ഓതാൻ കഴിവുള്ളത്? ബഹുമാനപ്പെട്ട വികലാംഗനായ ചെറിയ കുഞ്ഞു സ്വഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബിയെ, ഞാൻ ഓതാ തങ്ങളെ. ഇബ്നു മസ്ഊദ് തങ്ങൾ സമ്മതിക്കുകയാണ്, ചെല്ലുകയാണ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്തേക്ക്. മക്കയുടെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് സൂറത്തു റഹ്മാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് സൂറത്തു റഹ്മാൻ അങ്ങ് ഓതാൻ തുടങ്ങുമ്പോ രാക്ഷസനെ പോലെ അബൂജഹൽ ചീറി വന്നുകൊണ്ട് ഇബ്നു മസ്ഊദിന്റെ കരണത്തടിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുഖത്തടി ലഭിച്ചപ്പോ ആ ചെവിടന്നൊരു ഓട്ട വരികയാണ്. രക്തം എങ്ങനെ ധാരധാരയായി ഒഴുകുകയാ. നിറകണ്ണുകളോടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. നബിയേ, എനിക്ക് അബൂജഹലിന്റെ കയ്യിൽ നിന്ന് അടി ലഭിച്ചു നബിയേ. സ്വഹാബത്തൊക്കെ വലിയ സങ്കടത്തിലാണ്, പ്രവാചകൻ സങ്കടത്തിലാണ്. എല്ലാവരും ഇങ്ങനെ സങ്കടത്തിലിരിക്കുന്ന സമയത്ത് പുഞ്ചിരിയോടെ ഇറങ്ങി വരുന്ന ബഹുമാനപ്പെട്ട ജിബ്രീൽ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാണ് ജിബ്രീലേ ഇബ്നു മസ്ഊദിന് അടി ലഭിച്ച കാരണം കൊണ്ട് ഞങ്ങളൊക്കെ സങ്കടത്തിലിരിക്കുമ്പോ നിങ്ങൾ എന്തിനാണ് പുഞ്ചിരിക്കുന്നത് ജിബ്രീൽ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നബിയേ, ഈ ചിരിയുടെ രഹസ്യം നിങ്ങൾക്ക് പിറകീടറിയാത്തങ്ങളെ. ആ ചിരിയുടെ രഹസ്യം പടച്ച തമ്പുരാനെ കാണിച്ചു കൊടുത്തത് എവിടെ വച്ചിട്ടാണ്? ചരിത്രങ്ങൾ കിടന്നിറങ്ങുന്ന മനോഹരമായ ബദറിന്റെ രണാകുളത്തിൽ വെച്ചിട്ടാ. ബദറിന്റെ രണാകുളത്തിൽ ഉള്ള മഹാന്മാരായ സ്വഹാബ
സഹാബത്തും ശത്രുക്കളും യുദ്ധം നടക്കുമ്പോ രാക്ഷസനെ പോലെയുള്ള പർവ്വതം പോലെയുള്ള അബൂജഹലുണ്ടല്ലോ, ആ അബൂജഹലിന്റെ തല വെട്ടിക്കൊണ്ട് പ്രവാചകന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന സ്വഹാബിയാരാ? അത് മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങളാണ്. ആ ചിരിയുടെ രഹസ്യം പിറകീട് അറിയാമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. ബദറിന്റെ രണാങ്കളത്തില് അബൂജഹൽ വീണ് കിടക്കുക. അബൂജഹൽ വലിയ സാധനല്ലേ. അബൂജഹലിന്റെ പവർ അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മക്കത്ത് പോകുമ്പോ മദീനത്ത് പോകുമ്പോ ത്വായിഫിൽ എന്നാ കാണാൻ കഴിയും. നമുക്ക് ത്വായിഫിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്ത് മീറ്റിംഗ് കൂടി ഒരു പള്ളിയുണ്ട് ത്വായിഫിൽ. ഇന്നും ആ പള്ളി അവിടെ കാണാൻ കഴിയും. അള്ളാഹു അത് കാണാനുള്ള സൗഭാഗ്യമൊക്കെ അള്ളാഹു നമുക്കൊക്കെ തെരുമാറാവട്ടെ. അപ്പോ ആ പള്ളിയുടെ പിറകു വശത്ത് ഇത് പറയുന്നത് എന്തിനാണോ? തായിഫ് പോകുമ്പോ ഇതൊക്കെ ഇങ്ങനെ കാണണം. നമ്മൾ മക്കത്തും മദീനത്ത് പോകുമ്പോ വെറുതെ റൂമിലിരുന്ന് സമയം കളയരുത്. കാലാവസ്ഥ നമുക്ക് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അവിടെയൊക്കെ കണ്ടിരിക്കണം നമ്മൾ. അള്ളാഹു നല്ല സൗഭാഗ്യം ആരോഗ്യം നമുക്ക് അള്ളാഹു തരട്ടെ. അപ്പോ ആ പള്ളിയുടെ പിറകു വശത്ത് ഒരു മലയാണ്. ആ മലയിലുണ്ട് വലിയൊരു പാറ. ഈ സ്റ്റേജിനോളം വലിപ്പമുള്ള ഒരു പാറ ഉരുണ്ട് വന്ന് ആരോ തടുത്തു നിർത്തിയതുപോലെ. ഞാൻ ആ പാറയുടെ സമീപത്ത് അടുത്ത് പോയി നോക്കിയിട്ടുണ്ട്. ഒരു പുൽക്കൊടിയുടെ തടവ് പോലും ഇല്ല. ആരോ തടുത്തു നിർത്തിയതുപോലെ കുത്തനെയുള്ള ചെരിഞ്ഞു നിൽക്കുന്ന ഒരു പർവ്വതത്തിൽ വലിയൊരു പാറ നിൽക്കുന്നത് കാണാൻ കഴിയും. ആ പാറ അവിടെ തടുത്തു നിർത്തിയത് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താരീഖ് മദീന എന്ന കിതാബ് ഈ ചരിത്രം പറയുന്നുണ്ട്. നബി തങ്ങള് ആ പള്ളിയിൽ എങ്ങനെ ഇരിക്കുമ്പോ പ്രവാചകനെ വധിക്കാൻ വേണ്ടി അബൂജഹല് തള്ളിയിട്ട പാറയാണ്. അപ്പൊ ആ പാറ കണ്ടാൽ അറിയാം ആ സാധനത്തിന്റെ ഒരു മസിൽ എത്രയാണ്, പവർ എത്രയാണെന്നുള്ളത്. ബദറിന്റെ രണാങ്കളത്തിൽ വെട്ടേറ്റങ്ങട്ട് വീണ് കിടന്നപ്പോ ഇബ്നു മസ്ഊദ് തങ്ങൾ ഇങ്ങനെ നോക്കി, അബൂജഹല് ജീവനുണ്ടോ? ഒരു കമ്പി എടുത്തിട്ട് ഇങ്ങനെ കുത്തിയോക്കി. കാരണം വലിയ വളവനല്ലേ അബൂജഹല്, വലിയ വളവനാ. ഒന്നിങ്ങനെ കുത്തിയോക്കി, ജീവനുണ്ടോ നോക്കുക. അപ്പോ ശരീരം ഇങ്ങനെ അളകുണ്ട്, ജീവനുണ്ടെന്ന് മനസ്സിലായി. ഉടനെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ചെറിയ സ്വഹാബിയാ, നേരെ അവിടത്തേക്ക് ചെന്നിട്ട് വയറിന്റെ മുകളിൽ ചവിട്ടി കയറിയിട്ട്, വലിയ സാധനല്ലേ, ചവിട്ടി കയറിയിട്ട് അബൂജഹലിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അബൂജഹൽ ഉപയോഗിച്ച വാളെടുത്ത് തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വെട്ടുകയാണ്. അബൂജഹലിന്റെ തലക്ക് തല വെട്ടി മാറ്റുകയാണ്. അല്ലാഹുവേ, ഈ അബൂജഹലിന്റെ തലയുമായിട്ടുള്ള പ്രവാചകന്റെ മുമ്പിലേക്ക് എനിക്ക് പോവണമല്ലാ. എങ്ങനെ കൊണ്ടുപോകും റഹ്മാനെ? വലിയ തലയാണ്, ഞാൻ ചെറിയൊരു സ്വഹാബിയല്ലേ. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങൾ ചിന്തിക്കുന്നത്, പഴയ കാലത്തെ കഅബാലയത്തിന് സമീപത്ത് ഞാൻ സൂറത്തു റഹ്മാൻ ഓതിയപ്പോ എന്റെ ചകിട്ടത്തടിച്ചവനാണ് അബൂജഹല്. അന്ന് എന്റെ ചെവിയിൽ ഒരു ദൂരമായിരുന്ന അല്ലാഹ്. ഉടനെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ തലയിൽ ആ ചെവിയിൽ ഒരു ഹോൾസ് തുറക്കുകയാണ്, ഒരു ദ്വാരമുണ്ടാക്കുകയാണ്. ആ ദ്വാരത്തിലൂടെ കമ്പി വലിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ്. പ്രവാചകന്റെ മുമ്പിലേക്ക് കൊണ്ടുപോവുകയാ. അബൂജഹലിന്റെ തലയുമായിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത് കണ്ടപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ചുഞ്ചിരിയോടെ വന്നിട്ട് പറയാണ്, നബിയേ, ഇബ്നു മസ്ഊദിന് അടി ലഭിച്ചപ്പോ അന്ന് നിങ്ങളൊക്കെ സങ്കടത്തിനായ സമയത്ത് ഞാൻ പുഞ്ചിരിച്ചല്ലോ നബിയേ. ആ പുഞ്ചിരിയുടെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലായോ തങ്ങളെ? അന്ന് ചിരിച്ചതിന്റെ രഹസ്യം എന്ന് ബദറിന്റെ രണാങ്കളത്തിൽ നിങ്ങൾ അറിഞ്ഞില്ല നബിയേ. അന്നത്തെ ചിരിയുടെ രഹസ്യം ബദറിന്റെ രണാങ്കളത്തിൽ അവർ കണ്ടു. അതേ പ്രകാരമാണ് ഈ ഒരു സമയത്തും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിരിച്ചെന്തിനാണെന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ജനിച്ച ഉടനെ സിദ്ദീഖ് തങ്ങളെ കുട്ടിയുമായിട്ട് കുഞ്ഞുമായിട്ട് നബി തങ്ങളെ മുമ്പിലേക്ക് വന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ പരിഹസിച്ച് ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി. നബി തങ്ങൾ അതൊന്നും കാര്യമാക്കിയില്ല. അങ്ങനെ അൽഹംദുലില്ലാഹ് അങ്ങനെ പേര് വെച്ചു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കളിച്ചു വളരാം വീട്ടിന്റെ ഉള്ളിൽ. ചെറിയ പ്രായം മുതൽ തന്നെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ദീനുമായിട്ട് വലിയ അടുപ്പത്തിലായിരുന്നു. ആ ദീന് പഠിപ്പിച്ചു കൊടുത്തത് പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. കുഞ്ഞുനാളിൽ എപ്പോഴും പ്രവാചകർ സിദ്ദീഖ് തങ്ങളെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചെറിയ കാലത്ത് തന്നെ കളിപ്പാട്ടങ്ങളുമായിട്ട് ചെല്ലാറുണ്ട്. നമ്മളൊക്കെ കുഞ്ഞു മക്കളുള്ള വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കളിപ്പാട്ടങ്ങൾ അവർക്ക് സന്തോഷിപ്പിക്കാനുള്ള വസ്തുക്കളായിട്ട് പോകണം. കാരണം പുന്നാര ഹബീബ് അങ്ങനെയായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എപ്പോഴും കളിപ്പാട്ടങ്ങൾ കൊണ്ടു നടക്കും. ചെറിയ കുഞ്ഞല്ലേ. പക്ഷേ നബി തങ്ങളെ എപ്പോ കണ്ടാലും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഓടി വിളിക്കും. പ്രവാചകൻ വരുന്നത് കണ്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഉടനെ തന്നെ ഓടി വിളിക്കും. ലജ്ജയാണ്. കുഞ്ഞുനാളിൽ തന്നെ പഠിപ്പിച്ചു കൊടുത്തു പ്രിയപ്പെട്ട മാതാപിതാക്കളെ.
അപ്പോ എന്നും നബിതങ്ങൾ വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യും? കാണുമ്പോ ഓടി ഒളിക്കും. അപ്പൊ ഒരു ദിവസം നബിതങ്ങൾ എന്ത് ചെയ്തു? ഇന്ന് ആയിഷ ബീവി ഒന്ന് പറ്റിക്കണം, ആയിഷ ബീവിയുടെ മുമ്പിലേക്കൊന്ന് ചെല്ലണം. നബിതങ്ങൾ വീടിന്റെ പിറകുവശത്തിലൂടെ ഇങ്ങനെ വരാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്തോ ഒരു കളിപ്പാട്ടം കൊണ്ട് ഇങ്ങനെ കളിച്ചിരിക്കുക, മുറ്റത്ത് ഇങ്ങനെ കളിച്ചിരിക്കുക. അപ്പോഴാണ് പിന്നാരെ ഹബീബ് ആയിഷ ബീവിയുടെ പിറകിൽ വന്നിട്ട് ആയിഷ എന്ന് പറഞ്ഞിട്ട് ഒരു വിളി വിളിച്ചു. ഉടനെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്റെ കയ്യിലുള്ള കളിപ്പാട്ടവുമായിട്ട് വീടിന്റെ ഉള്ളിലേക്ക് ഓടി ഒളിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കളിപ്പാട്ടം എങ്ങനെ നോക്കുകയാണ്. ആയിഷ ബീവി ചെറിയ കുഞ്ഞല്ലേ, കുഞ്ഞുമോളല്ല. ആ കളിപ്പാട്ടം നോക്കിയിട്ട് പ്രവാചകരെ പറയുകയാണ്, ആയിഷ ഇതെന്തൊരു കളിപ്പാട്ടമാണ് ആയിഷ. ഒരു കുതിരയുടെ രൂപമുള്ള കളിപ്പാട്ടമാണ്, ഒരു കുതിരയുടെ രൂപമുള്ള കളിപ്പാട്ടമാണ്. കളിപ്പാട്ടമല്ലേ ഈ കളിപ്പാട്ടത്തിന്? കുതിരക്ക് കൊമ്പുകളുണ്ടല്ലോ ആയിഷ, ഈ കുതിരക്ക് ചിറകുകളുണ്ടല്ലോ ആയിഷ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുതിരക്ക് ചിറക് കാണുന്നത് ആയിഷ. നിബിധങ്ങൾ പരിഹസിക്കാം, തമാശയിലൂടെ പരിഹസിക്കാം. സാധാരണ കുതിരക്ക് ചിറകുണ്ടാവാറില്ലല്ലോ. കുതിരക്ക് ചിറകുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ കുതിരക്ക് ചിറ കണ്ടിട്ടില്ല. നിന്റെ കളിപ്പാട്ടല്ലേ? അപ്പോ 4 കാലിലോട് ചിലപ്പോ 10 കാലൊക്കെ ഉണ്ടാവും. കളിപ്പാട്ടല്ലേ? സാധാരണ അതൊക്കെ ഉണ്ടാവും. അപ്പൊ കുതിരക്ക് ചിറകുണ്ടാവൂലല്ലോ ആയിഷ, ഞാൻ ആദ്യമായിട്ടാ ചിറക് കാണുന്നത്. അപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയേ ഇത് എന്റെ പ്രിയപ്പെട്ട വാപ്പ എനിക്ക് വാങ്ങിത്തന്നതാണ് നബിയേ, ഇത് എന്റെ വാപ്പച്ചി എനിക്ക് വാങ്ങിത്തന്നതാണ് തങ്ങളെ. എന്റെ ഉപ്പ എനിക്ക് വാങ്ങിത്തന്ന ഈ കളിപ്പാട്ടത്തെ നിങ്ങൾ പരിഹസിക്കണ്ട നബിയേ. ഈ കളിപ്പാട്ടത്തിന് ഈ കുതിരക്ക് ചിറകുണ്ടോ എന്ന് പറഞ്ഞ് തങ്ങൾ പരിഹസിക്കണ്ട തങ്ങളെ. മഹാനായ നബിയുള്ളാഹി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു ഒരുപാട് കഴിവ് കൊടുത്ത നബിയാണ്. അല്ലാഹു ഒരുപാട് പവർ കൊടുത്ത നബിയാണ്. മനുഷ്യരോട് സംസാരിക്കുന്നത് പോലെ ജിന്നുകളോട് സംസാരിക്കാൻ അല്ലാഹു കഴിവ് കൊടുത്ത നബിയാണ്. അല്ലാഹുവേ ഉറുമ്പുകളോട് സംസാരിക്കാൻ കഴിവ് കൊടുത്ത നബിയാണ്. കാറ്റിലൂടെ സഞ്ചരിക്കാൻ കഴിവ് കൊടുത്ത നബിയാണ്. ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറകൾ പടച്ചു തമ്പുരാനെ തുറന്നു കൊടുത്ത നബിയല്ലേ. ആ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു കുതിര ഉണ്ടായിരുന്നു. ആ കുതിരയെ പോലെയാണ് അലി റളിയല്ലാഹു അൻഹു ദുൽദുൽ എന്ന മനോഹരമായ കുതിര. ദുൽദുല കുതിരയിലല്ലേ ദുൽഫുർഖാനിൽ വാളുമായി സയ്യിദുനാ അലിയാർ തങ്ങൾ പുറപ്പെടുന്നേ. അല്ലാഹുവേ യുദ്ധത്തിന്റെ രണാങ്കളത്തേക്ക് കുതിച്ചുയരാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു ഉപയോഗിച്ച ദുൽദുൽ എന്ന സുന്ദരമായ കുതിരയുണ്ടല്ലോ. ആ കുതിരക്ക് സുലൈമാൻ നബിയുടെ കുതിരയോട് ഒരു സാദൃശ്യമുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുകയാ. അന്ന് സുലൈമാൻ നബിക്ക് അല്ലാഹു കൊടുത്ത കുതിരയുണ്ടല്ലോ നബിയേ, ആ കുതിരക്ക് ചിറകുകളുണ്ടാകുന്നല്ല നബിയേ. ആരാണ് നബിയേ? ആരാണ് നബിയേ? ആരാണ് നബിയേ? സുലൈമാൻ എന്ന പ്രവാചകന്റെ കുതിരക്ക് ചിറക് കൊടുത്തതാരാ? ആ സുലൈമാൻ നബിയുടെ കുതിരക്ക് ചിറക് കൊടുത്തതാരാ നബിയേ? എന്റെ കുതിരക്ക് ചിറകുകളുണ്ടെന്ന് പറഞ്ഞ് പരിഹസിക്കല്ല നബിയേ, പരിഹസിക്കല്ല നബിയേ. സുലൈമാൻ നബിയുടെ കുതിരക്ക് ചിറക് കൊടുത്തതാരാ? ഒരു തമാശ രൂപത്തിൽ പ്രവാചകൻ പറഞ്ഞപ്പോ അതിനെ തള്ളിയിടുകയാണ്, മറിച്ചിടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുനാളിൽ തന്നെ ഈ ഒരു മനോഹരമായ ചരിത്രം പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മറുപടി കൊടുക്കാം. പ്രിയപ്പെട്ട ആയിഷ എന്ന പൊന്നുമോൾക്ക് മനസ്സ് വന്നെങ്കിൽ ആരാണ് പ്രിയപ്പെട്ടവരെ? ആ കുഞ്ഞുനാളിൽ ആയിഷ ബീവിക്ക് സുലൈമാൻ നബിയുടെ കഥ പറഞ്ഞു കൊടുത്തതാരാ? മഹാന്മാരായ പ്രവാചകന്മാരുടെ കഥ പറഞ്ഞു കൊടുത്തതാരാ? കുഞ്ഞുനാളിൽ നല്ല സുലൈമാൻ നബിക്ക് കുതിരയുണ്ടാകുന്നു. ആ കുതിരക്ക് 2 ചിറകുകളുണ്ടാകുന്നു. പ്രവാചകന്മാരുടെ അത്ഭുത കഥകളെ പറഞ്ഞു കൊടുത്തതാരാ? അത് മഹതിയായ ഉമ്മ റൂമാ.
പഠിക്കണം മക്കളെ. ഉമ്മുറുമാനെന്ന വിശുദ്ധിയുടെ ജീവിതത്തിൽ ചരിത്രം പഠിക്കണം നമ്മള്. കുഞ്ഞുമക്കൾക്ക് കൊച്ചു ടിവി തുറന്നിട്ട് കൊടുക്കുന്ന ഉമ്മമാര് പഠിക്കുക. കുഞ്ഞുമക്കളെ ഹറാമിയത്തിലൂടെ, കാർട്ടൂണിലൂടെ, സിനിമയിലൂടെ ഹറാമിയത്തിലുള്ള പർവ്വതം കയറാൻ വേണ്ടി അവസരം ഒരുക്കി കൊടുക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ പഠിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, നമ്മൾ പറയും ഉസ്താദേ, കൊച്ചു ടിവിയിലൂടെ കാർട്ടൂണല്ലേ അവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഓരോ പടികളാണ്, സ്റ്റെപ്പുകളാണ്. ഹറാമിയത്തിന്റെ മുകൾ ഭാഗത്തേക്ക് കയറാനുള്ള പടികളാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. നമ്മുടെ മക്കൾക്ക് പ്രവാചകന്മാരെ ചരിത്രം പറഞ്ഞു കൊടുക്കേണ്ടതാരാ? നമ്മുടെ മക്കൾക്ക് മഹദിമാരുടെ ചരിത്രം പറഞ്ഞു കൊടുക്കേണ്ടതാരാ? നമ്മുടെ മക്കൾക്ക് പ്രവാചകന്റെ മദ്ഹുകളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാരാ? അത് ഉമ്മയാണ്, വാപ്പയാണ്, മറക്കണ്ട. ആയിഷ എന്ന പൊന്നുമോൾക്ക് കുഞ്ഞുനാളിൽ തന്നെ ആ പ്രവാചകന്മാരുടെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ചെറിയ നാളിൽ തന്നെ നബി തങ്ങൾ ഒരു വാക്ക് പറഞ്ഞപ്പോ ആ വാക്കിനങ്ങ് മറിച്ചിട്ടു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നമ്മുടെ മക്കളൊക്കെ ദീന് പഠിക്കണം. വാളിന് വരുമ്പോ നേരത്തെ തങ്ങളപ്പ പറഞ്ഞതുപോലെ വാളിന് വരുമ്പോ നമ്മുടെ മക്കളേക്ക് കൊണ്ടുവരണം. പള്ളിക്ക് സുബൈക്ക് ജമാഅത്തിന് നമ്മൾ മാത്രം പോയാൽ പോരാ, നമ്മുടെ മക്കളും പോകണം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അള്ളാഹു ആയിഷ ബീവിയുടെ ബർക്കത്ത് കൊണ്ട്, റജബിന്റെ ബർക്കത്ത് കൊണ്ട് അവർക്കൊക്കെ സ്വലാഹിയത്തുള്ള മക്കളെ അള്ളാഹു നൽകുമാറാവട്ടെ. അപ്പോ കുഞ്ഞുനാളിൽ തന്നെ അറിവുമായിട്ട് വല്ലാത്ത ബന്ധമായിരുന്നു. അങ്ങനെ ജനിച്ചിങ്ങനെ വളർന്നു വരിക ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. കാണാൻ സുന്ദരി കുട്ടിയാണ്. അങ്ങനെയാണ് ഇനി നമ്മൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തിലേക്ക് ഇൻഷാ അല്ലാഹ് കടക്കാം. നല്ല സുന്ദരമായ ചരിത്രമാണ്. നബി തങ്ങളും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിവാഹം നടക്കുന്ന ആ ഒരു വിവാഹത്തിന്റെ നിക്കാഹ് നടക്കുന്ന സമയം ഇൻഷാ അല്ലാഹ് ഒരു 2 സ്വലാത്ത് കൂടി ചൊല്ലി നല്ല ശബ്ദത്തിൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ചൊല്ലോ അസ്സലാത്തു. നല്ല ശബ്ദത്തിൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പാപമാലേ കറുത്ത പോയോരോ ഖൽബ് കൊണ്ടിവർ വന്നിതാ. പാപഭാരങ്ങൾ തീർത്ത് കൽബകം റാഹ നൽകണം സയ്യിദേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ, ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടി തരണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് റാഹത്തായ സന്തോഷമുള്ള വീട് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സുന്ദരമായ വിവാഹം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ നിക്കാഹ് ചെയ്യുന്നത് പരിശുദ്ധമായ നുബുവത്തിന്റെ 10ാം വർഷം. നുബുവത്തിന്റെ 10ാം വർഷമാണ് ആ ഒരു മഹത്തായ സംരംഭം നടക്കുന്നത്. നിക്കാഹ് നടക്കുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹദിയാകുന്ന ഖൗലത്ത് ബീവിയെ വിളിച്ചു. ഖൗലത്ത് ബീവിയോട് പറഞ്ഞു, ഖൗല, എനിക്ക് ആയിഷ ബീവിയെ ഒന്ന് നിക്കാഹ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ സിദ്ദീഖ് തങ്ങളെ വീട്ടിൽ ചെന്നിട്ട് വിവരം പറയണം. അപ്പൊ പഴയ കാലത്തെ വിവാഹത്തിന്റെ ഇടയിൽ ബ്രോക്കർ പണി നടത്തുന്നവരുണ്ട്. പഴയ കാലത്ത് ഇപ്പോഴല്ലേ ഇല്ലേ, ഇവിടെയൊക്കെ അല്ലേ ബ്രോക്കർമാര്? അത് പഴയ കാലത്തെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തിന്റെ ഇടയിൽ ബ്രോക്കറായിട്ട് നിന്നതാരാ? ഖൗലത്ത് ബീവിയാണ്. അപ്പോ ഖൗലത്ത് ബീവി ഭാര്യയല്ലേ, പെണ്ണല്ലേ? അപ്പൊ അത് കരുതിയിട്ട് ഉമ്മമാരൊന്ന് നാളെ ബ്രോക്കർ പണിക്ക് പോകാൻ നിൽക്കണ്ട. അത് ആ കുടുംബത്തിന്റെ ഉള്ളില് അച്ചടക്കത്തോടെ കഴിഞ്ഞു കൂടുന്ന ഒരു മഹദി ആയതുകൊണ്ട് നബിതങ്ങൾക്ക് വലിയ വിശ്വാസമായിരുന്നു ഖൗലത്ത് ബീവിയെ. അതുകൊണ്ടാണ് ഖൗലത്ത് ബീവിയെ പറഞ്ഞത്. എല്ലാരും ബ്രോക്കറാക്കാൻ പറ്റൂല.
നബിതങ്ങളെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. അപ്പൊ നബിതങ്ങൾക്ക് വലിയ വിശ്വാസമായിരുന്നു ഖൗലത്ത് ബീവിയെ. ഖൗലത്ത് ബീവിയോട് പറഞ്ഞ ഖൗലാനി ഒന്ന് ചെല്ലണം. അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അല്ലാഹുവേ ഖൗലത്ത് ബീവി റളിയല്ലാഹു അൻഹ പോവുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെല്ലുകയാണ്. സിദ്ദീഖ് തങ്ങളെ വീട്ടിലേക്ക് ചെല്ലുമ്പോ സിദ്ദീഖ് തങ്ങളെ വീട്ടിലില്ലാകുന്ന പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഉമ്മു റുമാൻ എന്ന മഹദിയാകുന്ന വീട്ടിലുണ്ടാകുന്നത് ഉമ്മു റുമാനെ ഞാൻ മുത്ത് റസൂലുള്ള പറഞ്ഞിട്ട് വരികയാണ്. എന്തേ ഖൗലാനി വന്നതിന്റെ ഉദ്ദേശമെന്ന് പറ. ഖൗലത്ത് ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ആ പ്രവാചകനാണ് എന്നെ പറഞ്ഞു വിട്ടത്. ഉമ്മു റുമാൻ അർസലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്തബു അൽ ആയിഷ, തങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോളാകുന്ന ആയിഷ ബീവി ഉണ്ടല്ലോ, ആ ആയിഷ ബീവിയെ നിക്കാഹ് ചെയ്യാൻ വേണ്ടി പ്രവാചകർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണോ? ഉമ്മു റുമാൻ എന്ന മഹദി പറയുകയാണ്, ഞാൻ എന്ത് പറയാനാണ് ഖൗല, നിങ്ങൾ അല്പമല്ല വെയിറ്റ് ചെയ്യുമോ ഖൗല? എന്റെ ഭർത്താവാകുന്ന സിദ്ദീഖ് തങ്ങളില്ലാത്ത സമയമാണ്. എന്റെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വീട്ടിലേക്ക് വരട്ടെ ഖൗല. എന്റെ ഭർത്താവില്ലാതൊരു കാര്യം എനിക്ക് തീരുമാനിക്കാൻ കഴിയൂല ഖൗല. സ്വലാഹിയത്തുള്ള ഈമാനുള്ള പെണ്ണിന്റെ അടയാളം അങ്ങനെയാണ്. ആ പെണ്ണെന്ത് തീരുമാനിക്കുകയാണെങ്കിൽ ഭർത്താവിന്റെ പൊരുത്തത്തോടു കൂടിയാണ് തീരുമാനിക്കുന്നത്. ആയിഷ ബീവിയുടെ പൊരുത്തം ആഗ്രഹിക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ, നിങ്ങളൊരു വിഷയം തീരുമാനിക്കുകയാണെങ്കിൽ അത് ഭർത്താവിന്റെ സമ്മതത്തോടു കൂടിയാണ് പ്രിയപ്പെട്ടവരെ. മഹദിയായ ഉമ്മു റുമാൻ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ ഭർത്താവ് വരട്ടെ. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരികയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ട ഉടനെ തന്നെ ഖൗലയോട് പറയുന്നു, ഖൗല എത്ര ദിവസമായി ഖൗല ഈ വീട്ടിലേക്ക് നീ ഒന്ന് വന്നിട്ട് എത്ര ദിവസമായി ഖൗല? ഖൗലത്ത് ബീവി പറയാണ്, സിദ്ദീഖ് തങ്ങളെ ഞാനൊരു സന്തോഷവാർത്തയുമായിട്ടാണ് വന്നത് തങ്ങളെ, ഞാൻ സന്തോഷവാർത്തയുമായിട്ടാണ് വന്നത് തങ്ങളെ. തങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോളെ ആയിഷയില്ലേ, ആ ആയിഷാബിയെ നിക്കാഹ് ചെയ്യാൻ പ്രവാചകൻ ആഗ്രഹിക്കുന്ന തങ്ങളെ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്തതിരി ഒന്ന് വെയിറ്റ് ചെയ്യുമോ തങ്ങളെ? നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഞാൻ ചുരുക്കാം. അല്ലാഹു സയ്യിദ് അവറുകൾക്കും ആലിമീങ്ങൾക്കും നമ്മുടെ ആലിമീങ്ങൾക്കും ഉസ്താദുമാർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് രണ്ട് ലോകത്തും അല്ലാഹു നമ്മെ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. സിദ്ദീഖ് തങ്ങളെ പറഞ്ഞു, ഖൗല ഒന്ന് വെയിറ്റ് ചെയ്യ്, ഒന്ന് വെയിറ്റ് ചെയ്യ്. 2 ദിവസം മുമ്പ് വന്നിടായിരുന്നു ഖൗല. കാരണം 2 ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ആയിഷാനെ ജുബൈർ വന്നിട്ട് കണ്ടുപോയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാൻ വരുന്നതിന് മുമ്പ് തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ആരാ? മുത്തിഅം ഇബ്നു അദി എന്ന പേരുള്ള മദീനയിലെ വലിയ പണക്കാരനാണ്. അബൂജഹലിന്റെ കൂടെയൊക്കെ പാർട്ണറായിട്ട് ജോലി ചെയ്ത ആളാണ്. റഹയ്യാനാണ് മുത്തിഅം. ആ മുത്തിഅമിന്റെ മകൻ ജുബൈർ എന്നവരെ പിറകീട് ഇസ്ലാമിലേക്ക് വന്നേ. അപ്പോ ജുബൈർ എന്റെ ആയിഷാനെ കണ്ടുപോയിട്ടുണ്ട്. അപ്പൊ കണ്ടുപോയതല്ല, അവരോട് സമ്മതം ചോദിക്കട്ടെ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്. മുത്തിഅം ഇബ്നു അദിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മുത്തിഅമില്ല, ജുബൈർ വീട്ടിലില്ലാകിരുന്ന ഉണ്ടാകിരുന്നത് ജുബൈറിന്റെ ഉമ്മയാണ്. ചുരുക്കി പറയുകയാണ്, സിദ്ദീഖ് തങ്ങൾ ചോദിച്ച പെണ്ണേ, നിങ്ങളെ പൊന്നുമോനെ ജുബൈറമ്മന്റെ ആയിഷയുമായിട്ടുള്ള വിവാഹത്തിന് നിങ്ങൾ തീരുമാനമെടുത്തല്ലോ, നിങ്ങൾക്ക് വാക്കുണ്ടോ, ഉറപ്പുണ്ടോ? ഉടനെ തന്നെ ജുബൈറിന്റെ ഉമ്മ പറഞ്ഞു, പോവണം അബൂബക്കറേ, എന്റെ ജുബൈറിനെ കൊണ്ട് നിന്റെ ആയിഷയുടെ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. കാരണം നീ മക്കയിൽ വന്ന മദീനയിൽ വന്ന പ്രവാചകന്റെ അനുയായിയല്ലേ.
എന്റെ ജുബൈറിനെ കൊണ്ട് നിന്റെ ആയിഷയെ നീ വിവാഹം കഴിപ്പിച്ചതിന് ശേഷം എന്റെ ജുബൈറിനെ മതം മാറ്റാൻ നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം നടക്കൂല. അബൂബക്കറെ പോവുക. ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജുബൈറിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. എന്നാലും പുതുമാര ജുബൈറാണല്ലോ. ജുബൈർ എന്റെ പൊന്നുമോളെ കണ്ടുപോയതല്ലേ, ആ ജുബൈറിനോട് വിഷയം പറയണമെന്ന ആഗ്രഹത്തോടെ പോവുകയാണ്. ജുബൈറിന്റെ സമീപത്തേക്ക് എന്നപ്പോ അല്ലാഹുവേ സിദ്ദീഖ് തങ്ങളെ മനസ്സ് പിടച്ചു പോയി. ഒരു മദ്യം കഴിച്ചുകൊണ്ട് മദ്യപാനിയായ കൂട്ടുകാരുടെ കൂടെ ജുബൈർ മദ്യം കഴിച്ച് നടക്കുന്നത് കണ്ടപ്പോ അല്ലാഹ് എന്റെ ആയിഷ എന്റെ റസൂലുള്ളാഹിയുള്ള പൊന്നുമോളാണ് അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഓടുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ചുകൊണ്ട് ഉമ്മു റൂമാൻ എന്ന മഹദിയുടെ സമീപത്തേക്ക് എന്നിട്ട് പറയുകയാണ്, ഉമ്മു റൂമാനെ ഖൗലാ, എന്റെ ആയിഷാനെ എന്റെ ഹബീബിന് ഞാൻ നിക്കാഹ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അങ്ങനെയാണ് നിക്കാഹിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. വലിയ റാഹത്തോടെ സന്തോഷത്തോടെ മദീനക്കാരെ കാത്തിരുന്ന വിവാഹം നടക്കുകയാണ്. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 500 ദിർഹമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് മഹറായിട്ട് കൊടുത്തത്. 500 ദിർഹമാണ്. പരിശുദ്ധമായ ശവ്വാലിന്റെ പൊന്നമ്പിളി വാനിൽ ഉദിച്ച സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ നിക്കാഹ് ചെയ്തത്. എന്തിനാണ് പ്രവാചകർ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിക്കാഹ് ചെയ്യുമ്പോൾ ശവ്വാൽ മാസത്തെ തെരഞ്ഞെടുത്തത്? എന്തിനാ? പഴയ കാലത്തെ അറബികൾക്കിടയിൽ മദീനയിൽ ഒരു കോളറ എന്ന മാരകമായ ഒരു വൈറസ് പടർന്നിരുന്നു. ആ രോഗം പടർന്നിരുന്നത് ശവ്വാൽ മാസത്തിലാണ്. അതുകൊണ്ട് അറബികൾക്കിടയിൽ ഒരു പ്രചരണം ഉണ്ടാകുന്നു, ഒരു അന്ധവിശ്വാസം ഉണ്ടാകുന്നു. ശവ്വാൽ മാസത്തിൽ ആരെങ്കിലും വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ഈ കോളറ എന്ന മാരകമായ നിപ വൈറസിനെ പോലത്തെ വൈറസിന് ആ കുടുംബം അടിമപ്പെടുമെന്ന് പഴയ കാലത്തെ അറേബ്യൻ സാമ്രാജ്യത്തിലുള്ള ഒരു അന്ധവിശ്വാസമായിരുന്നു. ആ അന്ധവിശ്വാസത്തെ അടിച്ചു തകർക്കാൻ വേണ്ടി, ആ അന്ധവിശ്വാസത്തെ കളയാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ എന്ന പൊന്നുമോളെ നിക്കാഹ് ചെയ്തത് അത് പരിശുദ്ധമായ ശവ്വാലിലെ രാവിലാ. അൽഹംദുലില്ലാഹ്. അങ്ങനെ മദീനക്കാരെ കാത്തിരുന്ന മനോഹരമായ നിക്കാഹ് നടക്കുകയാണ്. 6 വയസ്സ് കഴിഞ്ഞ് 7ാമത്തെ വയസ്സിലേക്ക് കടന്ന ഉടനെയാണ് നിക്കാഹ് കഴിക്കുന്നത്. നിക്കാഹ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പ്രവാചകന്റെ കൂടെ ആയിഷ ബീവി വീട്ടിലേക്ക് പോകുന്നത്. അല്ലാഹുവേ, ഒരു വിവാഹത്തിന് പോലും സൽക്കാരം ഒരുക്കാൻ കാശില്ലാത്ത പ്രയാസപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇന്ന് നമ്മൾ വിവാഹം നടക്കുമ്പോൾ എന്തെല്ലാം സൗകര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഹബീബേ, നമ്മുടെ പ്രവാചകർ ആയിഷ ബീവി എന്ന പ്രിയപ്പെട്ട പൊന്നുമോളെ വിവാഹം ചെയ്യുമ്പോൾ അല്ലാഹുവേ, ആ വിവാഹത്തിന് കൊടുക്കാൻ ഭക്ഷണമില്ലാതെ വന്നപ്പോ നബിയേ ഞാനുണ്ട് നബിയേ, ഞാൻ തരാ നബിയേ, ഞാൻ തരാ നബിയേ, എന്റെ വകയാണ് തങ്ങളെ വിവാഹത്തിനുള്ള ഭക്ഷണം ഞാൻ റെഡിയാക്കാം തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുമ്പിലേക്ക് വന്ന സ്വഹാബിയാരാ? മഹാനായ സഅദ് തങ്ങളാ. വേണ്ട സഅദേ, വേണ്ട സഅദേ, നീ കഷ്ടപ്പെടല്ല സഅദേ, പറ്റില്ല റസൂലേ, ഞങ്ങൾക്കെല്ലാം ആഗ്രഹിച്ച് കാത്തിരുന്ന മനോഹരമായ മധുരമുള്ള നിക്കാഹല്ലേ തങ്ങളെ, ഞാനാണ് നബിയെ ഭക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിവാഹം നടക്കുമ്പോൾ ആ വിവാഹത്തിനുള്ള ഭക്ഷണം കൊടുത്തതാരാ? മഹാനായ സഅദ് തങ്ങളാ. അൽഹംദുലില്ലാഹ്. വലിയ റാഹത്തോടെ വിവാഹം നടക്കുകയാണ്. ചരിത്രം ഞാൻ ചുരുക്കട്ടെ. ആ രംഗം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. അങ്ങനെ അൽഹംദുലില്ലാഹ് ഞങ്ങളെല്ലാം കാത്തിരുന്ന സുന്ദരമായ വിവാഹം നടക്കുകയാണ്. വിവാഹം നടന്ന ആദ്യ രാത്രി ഉണ്ടല്ലോ, ആദ്യ രാത്രി ഞാൻ മണയറയിലേക്ക് പാലുമായിട്ടാണ് കയറി വന്നത്. താരീഖ് മദീനയുടെ 29-ാം വാള്യമേ ചരിത്രം പറയുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മണയറയിലേക്ക് കടന്നു വന്ന ഉടനെ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയോ? ആദ്യ രാത്രിയിൽ മണവാട്ടി
ബഹുമതിയോടെ മണവാടനാകുന്ന പ്രവാചകർ ചോദിക്കുന്ന ആയിഷ, നിനക്ക് വുളു ഉണ്ടോ ആയിഷ? ഞാൻ വുളു എടുത്തിട്ടുള്ള നബിയേ, ഞാൻ വുളു എടുത്തിട്ടുള്ള നബിയേ. ഓർമ്മ വെച്ച കാലം മുതലേ ഉമ്മച്ചിയല്ല പഠിപ്പിച്ചതാ, കുഞ്ഞുനാളിൽ വാപ്പച്ചിയല്ല പഠിപ്പിച്ചതാണ്. വിവാഹം കഴിയുന്നതില്ല കുഞ്ഞുനാളിൽ അല്ലേ ഞാൻ വുളുവോടുകൂടി കിടന്നിറങ്ങുന്നവരാണ് നബിയേ. ആയിഷബിയുടെ ചരിത്രം കേൾക്കുന്നവരെ, അജ്മീർ പാപാര പൊരുത്തമുള്ള റജബിന്റെ പൊരുത്തമുള്ള പരിശുദ്ധമായ അറമാളത്തിലുള്ള മനോഹരമായ സദസ്സിലുള്ള സാദാതീങ്ങളെ ആലിമീങ്ങളെ സ്വാലിഹീങ്ങളെ ഒരുമിച്ചിരിക്കുന്ന മഞ്ഞുതുള്ളികളെ പോലെ പെയ്തിറങ്ങുന്ന കോടാനുകോടി സയ്യാറാത്തിന്റെ മാലാകമാരെ തിങ്ങി നിറഞ്ഞ മനോഹരമായ സദസ്സിലുള്ള എന്റെ പെങ്ങളെ, നല്ല മനസ്സോടുള്ള തീരുമാനിക്കണം ഉമ്മ. ആയിഷകളുടെ പൊന്നുമോള് കുഞ്ഞുനാളിൽ വുളു എടുക്കാതെ കിടന്നിറങ്ങിയിട്ടില്ല. നമ്മൾ വുളുവോടെ കിടന്നിറങ്ങണോ, നമ്മുടെ ഭർത്താവ് വുളുവോടെ കിടന്നിറങ്ങണോ, നമ്മുടെ ഭാര്യ വുളുവോടെ കിടന്നിറങ്ങണോ, നമ്മുടെ മക്കള് വുളുവോടെ കിടന്നിറങ്ങട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു പ്രകാശമുള്ള ഭവനമായിട്ട് നമ്മുടെ വീട് മാറട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് സങ്കടങ്ങളാ, നമ്മുടെ വീട്ടിൽ നിന്ന് രോഗങ്ങളാ, നമ്മുടെ വീട്ടിൽ നിന്നും കഷ്ടപ്പാടുകളാണ്. ആ കഷ്ടപ്പാടുകളെല്ലാം ഇല്ലാതെയാക്കണമെങ്കിൽ മഹാന്മാരെ ചരിത്രം പഠിച്ചുകൊണ്ട് സുന്നത്തുകൾ ജീവിക്കുന്ന ഒരു വീടായി മാറട്ടെ. വുളു എടുത്ത് കിടന്നിറങ്ങുന്ന ഭവനത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ പ്രകാശം ചൊരിയൂലേ, അല്ലാഹുവിന്റെ മാലാഖമാർ ആ ഭവനത്തിൽ ഇറങ്ങി വരൂലേ. എന്നിട്ട് ആയിഷ ബീവി പറയുകയാണ്, ആദ്യ രാത്രി ഞാൻ പാല് കൊണ്ട് കൊടുത്ത് എന്റെ റസൂലുള്ളാഹിക്ക്, എന്റെ മുത്ത് റസൂലുള്ള ആ പാല് വാങ്ങുകയാണ്. ആദ്യ രാത്രിയിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സുന്ദരമായ പാല് കൊടുത്തപ്പോ പരിശുദ്ധമായ റജബിന്റെ പാതിര, റജബിന്റെ ഇസ്രാ മിറാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ ബുറാഖ് എന്ന വാഹനത്തിൽ അത്ഭുത യാത്ര നടത്തിയില്ലേ? ആകാശത്തിന്റെ അത്ഭുത യാത്ര നടത്തി. ഒരു പ്രവാചകന്മാരെ കൊണ്ട് കഴിയാത്ത, ഇന്നവരെ ഒരു നബിമാർക്കും കഴിയാത്ത അത്ഭുതങ്ങളിൽ നിന്ന് അത്ഭുതമാകുന്ന യാത്ര നടത്തിയില്ലേ പ്രവാചകരെ? ഇസ്രാ മിറാജിന്റെ യാത്ര നടത്തിയപ്പോ മാലാഖമാർ വന്ന് റസൂലുള്ളാഹിനെ സ്വീകരിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന് ആദ്യമായി കൊടുത്ത വെള്ളമേതാ? അത് വെളുത്ത നിറത്തിലുള്ള പാലാ. അതുകൊണ്ടാണ് മണവാട്ടി മണവാളല്ല ആദ്യ രാത്രിയിൽ പാല് കൊടുക്കൽ സുന്നത്താ. ഒരു അതിഥി ആദ്യമായി ഭവനത്തിന്റെ അകത്ത് കയറി വരുമ്പോ പാല് കൊടുക്കൽ സുന്നത്താ. ഒരു വീടിന്റെ ഉദ്ഘാടനം നടക്കുമ്പോ വരുന്ന അതിഥികൾക്ക് പാല് കൊടുക്കൽ സുന്നത്താ. ഒരു മണവാളൻ നിങ്ങളെ വീട്ടിലേക്ക് കയറി വരുമ്പോ ആദ്യമായി വരുന്ന അതിഥികളെ പാല് കൊടുത്ത് സ്വീകരിക്കൽ വലിയ സുന്നത്താണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ആയിഷ ബീവി പാല് കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ പാല് വാങ്ങിയിട്ട് ബിസ്മി ചൊല്ലിയിട്ട് അല്പം അങ്ങ് കുടിക്കുകയാണ്. പാതി കുടിച്ചിട്ട് പാതി ആയിഷ ബീവിക്ക് കൊടുക്കുകയാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ ആ ഗ്ലാസിന്റെ ഏത് ഭാഗം കൊണ്ടാണ് പാല് കുടിച്ചത്? മുത്ത് റസൂലുള്ളാഹിന്റെ ചുണ്ടിനോട് ഏത് ഭാഗത്തെയാണ് ചേർത്ത് വെച്ചത്? ആ ഭാഗം നോക്കിയിട്ട് ആയിഷ ബീവിയുടെ ചുണ്ടിനോട് ചേർത്ത് വെച്ചിട്ട് സുന്ദരമായ പാല് കുടിക്കുകയാണ്. എന്തൊരു മധുരമുള്ള കുടുംബജീവിതമാ, എന്തൊരു സൗഹാർദ്ദമുള്ള കുടുംബജീവിതമാ. പഴയ കാലത്തൊക്കെ നമ്മുടെ ഉമ്മമാര് വാപ്പമാര് ഒരുമിച്ചൊരു പാത്രത്തിൽ നിന്ന് പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ആ കാലഘട്ടമെല്ലാം ഇന്ന് എടുത്തു പോകില്ലേ പ്രിയപ്പെട്ടവരെ? മടങ്ങി വരട്ടെ, പഴമയിലൂടെ തനിമയിലേക്ക് മടങ്ങി വരട്ടെ. ആ പഴമയുടെ മഹാന്മാരുടെ ചരിത്രങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ. ഒരു പാത്രത്തിൽ നിന്ന് ഭർത്താവും ഭാര്യയും ഭക്ഷണം കഴിക്കുമ്പോ അല്ലാഹുവിന്റെ മാലാഖമാര് അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുമെന്ന് മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. റബീഅത്ത് എന്ന സ്വഹാബിയുടെ വിവാഹം നടക്കുന്നതിന് മുമ്പ് പ്രവാചകൻ കൊടുത്ത ഉപദേശമാണ്, റബീഅ, നിന്റെ പുതുനാരിയുമായിട്ട് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള മനസ്സുണ്ടോ റബീഅ? ആ കുടുംബത്തിൽ വല്ല പ്രശ്നങ്ങളില്ല, ആ കുടുംബത്തിൽ വല്ല സങ്കടങ്ങളില്ല, ആ കുടുംബത്തിൽ വല്ല കഷ്ടപ്പാടുകളില്ല. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ നീ സന്തോഷം തരണേ അല്ലാ. സമയം നമുക്ക് കുറവാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചെറിയൊരു ചരിത്രം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, വല്ലാത്ത റാഹത്തുള്ള കുടുംബജീവിതമാകുന്ന ഞങ്ങൾക്ക് എന്റെ റസൂലുള്ളാഹി എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. നബി തങ്ങൾ ദേഷ്യപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നു. എപ്പോഴെന്നറിയോ?
ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരാം. അപ്പൊ നബി തങ്ങൾ വീടിന്റെ വാതിലിന്റെ സമീപത്ത് ഇങ്ങനെ നിന്ന് കൈയും കെട്ടി ഇങ്ങനെ നിന്ന് വീട്ടിലേക്ക് കയറിയില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇപ്പുറത്തും ഇങ്ങനെ നിന്ന് കൈയും കെട്ടി നബി തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ വരട്ടെ എന്നറിയാൻ വേണ്ടി. പക്ഷെ നബി തങ്ങൾ വരുന്നില്ല. അവസാനം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? സ്ത്രീയല്ലേ, കുറച്ച് കുറുമ്പൊക്കെ ഉണ്ടാവുമല്ലോ, കുറച്ച് വാശിയൊക്കെ ഉണ്ടാവും. അപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പുറത്തിറങ്ങിയിട്ട് ചോദിച്ചു, അല്ല നബിയെ എന്താ വീട്ടിലേക്ക് വരാത്തെ? എന്ത് പറ്റി നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും മിണ്ടിയില്ല. അപ്പോ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് ആയിഷ ബീവിക്ക് മനസ്സിലായി. അപ്പൊ മുത്തുനബിന്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാട്ടി. അപ്പൊ ആ കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടിയ സ്ഥലത്തേക്ക് ആയിഷ ബീവി നോക്കിയപ്പോ ഒന്നുമില്ല, ഒരു തലയണ, ഒരു ഈന്തപ്പനത്തിന്റെ നാരുകൊണ്ട് നിറച്ചൊരു തലയണ. പക്ഷെ ഒരു മൃഗത്തിന്റെ, ജീവനുള്ള ഒരു മൃഗത്തിന്റെ രൂപത്തിലായിരുന്നു ആ തലയുണ്ടായിരുന്നത്. മൃഗങ്ങളുടെ രൂപത്തിലുള്ള കളിപ്പാവകള്, അതേ പ്രകാരം ഓരോ രൂപങ്ങൾ നമ്മുടെ വീട്ടിൽ ഒന്നും വെക്കാൻ പാടില്ല, മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഒരു മൃഗത്തിന്റെ രൂപത്തിലുള്ള ഒരു തലയണ വീട്ടിന്റെ ഉള്ളിൽ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേറിയില്ല, വീട്ടിലേക്ക് കേറിയില്ല. ആ ഒരു ചെറിയ പിണക്കമാണ് എന്റെ റസൂലുള്ള എന്നോട് പിണങ്ങിയതെന്ന് ആരാ പറയുന്നത്? മഹദിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. എന്നിട്ടോ ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്തു, അതേ പ്രകാരം റബ്ബിനോട് തൗബ ചെയ്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഞാൻ മാപ്പ് ചോദിച്ചു. അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഉദ്ധരിച്ചുകൊണ്ട് മുല്ലാ അലിൽ ഖാരി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ പൊരുത്തം നമുക്ക് നൽകട്ടെ, ആ ഹദീസ് ഉദ്ധരിച്ച് പറയുന്നുണ്ട്, ഇല എന്നുള്ള ഈ വാക്ക് രണ്ടാമത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മടക്കി കൊണ്ടുവന്ന എന്തിനാ? അള്ളാഹിനോട് മാത്രം പൊരുത്തം ചോദിച്ചാ പോരാ, വ ഇലാ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ പൊരുത്തം ലഭിക്കണമെങ്കിൽ ആരെ പൊരുത്തം വേണം? ഭർത്താവിന്റെ പൊരുത്തം കൂടി വേണം. ഉമ്മമാര് വളരെയധികം ശ്രദ്ധിക്കണം, കുറ്റപ്പെടുത്തുകയല്ല, ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പൊ ഭർത്താവിന്റെ പൊരുത്തത്തിലൂടെയാണ് അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് ലഭിക്കും. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം നൽകുമാറാവട്ടെ. ഒരു ദിവസം പുന്നാരെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ പുണ്യമദീനത്തെ റാണിയാ ബീവി ആയിഷ മഹിളകളെ മാതൃക കാട്ടി തന്നോരോ ആയിഷ മാതൃക ജീവിതം പാരിലാകെ വിതറിയോ മഹിമയാ സ്നേഹം പകർന്ന് നൽകിയ ബീവിയോ മുത്തു റസൂലിന്റെ സ്നേഹ ബീവിയായി ആയിഷ മുത്താറ്റൽ പൂവിന്റെ പുതുനാരി ബീവി ആയിഷ അബൂബക്കർ സിദ്ദീഖിൽ മുത്ത് മോളല്ലേ ആയിഷ ഉമ്മോറുമാനിന്റെ സ്നേഹ പൂമോള് ആയിഷ മുത്ത് റസൂലിൽ നിക്കാഹിൽ വാർത്ത അറിഞ്ഞപ്പോ സന്തോഷത്തേരിലായി പാറിടുന്നു ആ കൽബകോ സ്നേഹത്താലാരങ്ങോ കൂട്ടുകാർ ഏറ്റെടുക്കുന്നേ മംഗല്യരാവിനായി മാനികൾ മദഹ പാടുന്നേ പുണ്യമദീനത്തെ റാണിയാ ബീവി ആയിഷ മഹിളകളിൽ മാതൃക കാട്ടി തന്നോരോ ആയിഷ. അല്ലാഹുവേ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സുന്ദരമായ ചെറിയൊരു ചരിത്രം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. അല്ലാഹുവേ, മഹദിയുടെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. റജബിന്റെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം നമുക്ക് പാഠമാണ്. ഒരു ദിവസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വരികയാണ്.
നമസ്കാരം കഴിഞ്ഞ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അസ്സലാമു അലൈക്കും യാ ആയിഷ. നബി തങ്ങൾ ഏത് സമയത്ത് വീട്ടിൽ വന്നാലും സലാം പറയാറുണ്ട്. അങ്ങനെ ആവണം നമ്മൾ സലാം പറഞ്ഞിട്ട് കയറണം. പക്ഷേ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് സലാം അടക്കുന്നില്ല. രണ്ടാമതും പറഞ്ഞു അസ്സലാമു അലൈക്കും യാ ആയിഷ. സലാം അടക്കുന്നില്ല. രണ്ടാമതും സലാം അടക്കുന്നില്ല. മൂന്നാമത്തെ സലാം പറയുകയാണ്. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ആയിഷ ബീവി സലാം അടക്കാത്തത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് പതുക്കെ അങ്ങനെ കിടക്കുകയാണ്. സ്വന്തം ഭവനമല്ലേ, മറ്റൊരാളെ വീടാണെങ്കിൽ അവരെ സമ്മതമില്ലാതെ നമ്മൾ വീട്ടിലേക്ക് കയറാൻ പാടില്ല. കാളിമ്പല്ലി അടിച്ചിട്ട് അവരെ സമ്മതം വാങ്ങിയതിന് ശേഷമാണ് നമ്മൾ മറ്റൊരാളെ വീട്ടിലേക്ക് കയറേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സ്വന്തം വീടായതുകൊണ്ട് കയറുകയാണ്. അൽഹംദുലില്ലാ. ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോഴാണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ആ ചുമരിൽ ചാരിയിട്ട് ഇങ്ങനെ കിടന്നിറങ്ങുകയാണ്. എന്തപ്പോ സലാം പറഞ്ഞിട്ട് സലാം അടക്കാത്തതെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറി നോക്കിയതാ. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹദി അവர்கள் നല്ല ഉറക്കത്തിലാ. ചെറിയ വീടല്ലേ, ഒറ്റ മുറിയെ ആ വീടിനുണ്ടായിരുന്നുള്ളൂ. ആയിഷ ബീവി പറയുന്നുണ്ട്, വീടിന്റെ രംഗമൊക്കെ ഞാനൊന്ന് കൈ ഉയർത്തിയാൽ ആ വീടിന്റെ മേൽക്കൂരിന്റെ കയ്യിൽ തട്ടുമായിരുന്നു. ആയിഷ ബീവി പറയാം. അപ്പോ ആ വീടിന്റെ ഈന്തമരത്തിന്റെ ചുമരിൽ ഇങ്ങനെ ചാരിയിറങ്ങി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉറങ്ങുകയാണ്. ആയിഷ ബീവിയുടെ കയ്യിൽ അല്പം മാവുണ്ട്. പ്രിയപ്പെട്ടവരെ, കുഴച്ചു വെച്ച മാവുണ്ട് റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി. എന്റെ റസൂലുള്ള വീട്ടിലേക്ക് വരുമ്പോ സുന്ദരമായ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി കരുതി വെച്ച അല്പം മാവ് ആയിഷ ബീവിയുടെ കയ്യിലുണ്ട്. ആയിഷ ബീവി അങ്ങനെയാണ്. പ്രവാചകർ വീട്ടിലേക്ക് വരുമ്പോ എപ്പോഴും ഒരു ഭക്ഷണം കൊടുക്കാറില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഭർത്താക്കന്മാർക്ക് എന്നും നമ്മൾ ഒരേ രൂപത്തിലുള്ള ഭക്ഷണം കൊടുക്കരുത്. വ്യത്യസ്തമായ മധുരങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ മനോഹരമായ ഭക്ഷണം നമ്മൾ തയ്യാർ ചെയ്ത് കൊടുക്കണം. ആയിഷ ബീവി അങ്ങനെയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വ്യത്യസ്തമായ ഭക്ഷണങ്ങളാണ് നിർമ്മിച്ചു കൊടുക്കുന്നത്. അന്ന് റസൂലുള്ള വീട്ടിലേക്ക് വന്നപ്പോൾ റൊട്ടി ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ ക്ഷീണം കൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചുമരിൽ ചാരിയിട്ട് ഉറങ്ങുകയാണ്. അല്ലാഹ്, ഈ രംഗം കണ്ടപ്പോ പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞു പോയ റബ്ബേ, എന്റെ ആയിഷാക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട പൊന്നുഭാര്യ നമുക്ക് ഭക്ഷണം തരുമ്പോ നമ്മുടെ ഭാര്യമാരെ സാധുക്കളാണ്. നമ്മുടെ വസ്ത്രം അലക്കി തരുന്നതവരാണ്. നമുക്ക് ഭക്ഷണം പാകം ചെയ്തു തരുന്നതവരാണ്. നമ്മൾ ഉണരുന്നതിന് മുമ്പ് വീട്ടിൽ ഉണരുന്ന, വീട്ടിൽ കത്തുന്ന വിളക്കമല്ലേ, വിളക്കല്ലേ, വെളിച്ചമല്ലേ നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ. നമ്മുടെ വീട്ടിലെ ഉമ്മമാര് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് എത്രയാണ്. അല്ലാഹുവേ, ഞങ്ങളെ ഭാര്യമാർക്കും ഞങ്ങളെ മാതാപിതാക്കൾക്കും ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കയ്യിൽ മാവ് കണ്ടപ്പോൾ നബി തങ്ങളെ ആയിഷ ബീവി ഉണരാതെ ആ മാവ് കയ്യിൽ നിന്ന് പതിയെങ്ങനെ എടുത്ത് മെല്ലെ എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ആ മാവെടുത്തിട്ട് സ്വയം റൊട്ടി ഉണ്ടാക്കി അടുക്കള പണി ചെയ്തിരുന്നു അള്ളാഹിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ എന്നും ചെയ്തു കൊടുക്കണ്ട, ഒരു ഞായറാഴ്ചയെങ്കിലും ഒരു ഒഴിവുണ്ടാകുമ്പോ നമ്മുടെ ഭാര്യയുടെ കൂടെ കൂടിയിട്ട്, നമ്മുടെ ഉമ്മാരെ കൂടെ കൂടിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. ഇന്ന് എനിക്ക് ഒഴിവാണ്, നിന്റെ കൂടെ ഞാനും ഹെൽപ്പ് ചെയ്യാം. അതൊക്കെ ആ കുടുംബത്തിൽ പിന്നെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ മഹദിമാരുടെ ചരിത്രം. നബി തങ്ങള് ആയിഷ ബീവിയുടെ കയ്യിൽ നിന്ന് ആ മാവെടുത്തിട്ട് ഇങ്ങനെ റൊട്ടി ഉണ്ടാക്കാം. അതുവരെ ആയിഷ ബീവിനെ വിളിച്ചില്ല. റൊട്ടിയൊക്കെ ഉണ്ടാക്കി സുന്ദരമായ മനോഹരമായ റൊട്ടി ഉണ്ടാക്കിയതിന് ശേഷം ആയിഷ ബീവിയെ വിളിച്ചു നിർത്തിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, തങ്ങൾ എപ്പോഴാണ് വന്നത്? നബിയേ, എപ്പോഴാണ് റസൂലേ, എപ്പോഴാണ് നബിയേ, തങ്ങൾ എപ്പോഴാണ് വന്നത്? നബിയേ, ഞാൻ അറിഞ്ഞില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സങ്കടപ്പെടല്ലേ ആയിഷ, ഇന്ന് ഞാനാണ് ഭക്ഷണം ഉണ്ടാക്കിയത് ആയിഷ. ഇന്ന് ഞാനുണ്ടാക്കിയ ഭക്ഷണം നമുക്ക് ഒരുമിച്ച് കഴിക്കാം ആയിഷ. അൽഹംദുലില്ലാഹ്, പ്രവാചകൻ ഉണ്ടാക്കി വെച്ച സുന്ദരമായ റൊട്ടി ഉണ്ടല്ലോ, രണ്ടുപേരും ഇങ്ങനെ മനോഹരമായ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ്
അപ്പോഴാണ് അടുക്കള ഭാഗത്ത് നിന്ന് ചെറിയൊരു ശബ്ദം കേൾക്കുകയാണ്. ഇബ്നു മുൻകദിർ തങ്ങൾ ഈ ഹദീസ് ചരിത്രം പറയുന്നുണ്ട്. മഹാനവറുകളോട് ഈ ചരിത്രം പറയുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. അടുക്കള ഭാഗത്ത് നിന്നൊരു ശബ്ദം കേട്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെന്ന് നോക്കുകയാണ്. അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോ ചെറിയൊരു ജീവിയാണ്, അയൽപക്കത്തുള്ള ചെറിയൊരു ജീവി ആ അടുക്കള ഭാഗത്ത് നിന്ന് ശബ്ദമുണ്ടാക്കുന്ന ആ ഒരു രംഗം കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒച്ച വെക്കുകയാണ്. അതിന്റെ പിന്നാലെ ഓടുകയാണ്. ഉടനെ തന്നെ പ്രവാചകർ ആയിഷ ബീവിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞ വാക്കെന്തെന്നറിയോ? ആയിഷ, നീ ശബ്ദമുണ്ടാക്കല്ല ആയിഷ, നീ ശബ്ദമുണ്ടാക്കിയിട്ട് നിന്റെ ശബ്ദം കാരണം അയൽപ്പക്കക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവല്ലേ ആയിഷ. അത്രത്തോളം നീതി നടപ്പാക്കിയിരുന്നു എന്റെ റസൂലുള്ള എന്റെ വീട്ടിന്റെ അകത്ത്. അല്ലാഹുവേ, എത്ര സുന്ദരമായ കുടുംബജീവിതമാണ്. പറഞ്ഞാലും തീരാത്ത ബഹ്റ പോലെ പരന്നു കിടക്കുന്ന സുഹൃത്തുക്കൾ നിറഞ്ഞ കുടുംബജീവിതമല്ലേ. ആ കുടുംബജീവിതത്തിലുള്ള പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാ, അതിന്റെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റജബിന്റെ ഈ സുന്ദരമായ രാവിലെ 4 ദിവസം നീണ്ടു നിന്ന അജ്മീർ ഉപ്പാപ്പാന്റെ ചരിത്രങ്ങൾ ഇറങ്ങുന്ന പതിറ്റാണ്ടില്ല പഴമ പറയാറുള്ള അറമാളത്തെ അജ്മീർ ഉറൂസ്. അല്ലാഹുവേ, ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആരൊക്കെ തന്നെ പ്രവർത്തിച്ചോ അവർക്കൊക്കെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഇനി അഭിയന്തരായ സയ്യിദ് അവർ ആത്മീയ മജ്ലിസ് ആരംഭിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ഉറൂസിൽ സുഫ്വാൻ സഖാഫി വരുമ്പോ വലിയ സങ്കടത്തിലാകുന്ന പ്രിയപ്പെട്ട ഉമ്മ, എല്ലാം ആകുന്ന പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടതിന്റെ 3ാമത്തെ ദിവസമാണ് ഈ സദസ്സിലേക്ക് ഞാൻ വന്നത്. ഇന്നും അൽഹംദുലില്ലാഹ് ഈ കാസർഗോഡിലെ മഹത്തായ സദസ്സിലേക്ക്, ഈ ആണ്ട് നേർച്ചയിലേക്ക് വരുമ്പോ ഉമ്മയുടെ ഖബറിന്റെ സമീപത്ത് എന്നിട്ട് സലാം പറഞ്ഞിട്ടാ വരുന്നത്. അല്ലാഹുവേ, ആ ഉമ്മയുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗമാക്കട്ടെ. നിങ്ങൾക്ക് ദുആ ചെയ്യണമെന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് അഭിയന്തരായ സയ്യിദ് അവരുടെ ആത്മീയ മജ്ലിസാണ്. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ദുആ ചെയ്യാൻ പറ്റിയ ആള് ഇൻഷാ അല്ലാഹ് എല്ലാം കൊണ്ടും അർഹര്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മളൊരു 10,000 വട്ടം അള്ളാഹിനെ വിളിക്കുന്നതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കള് ഒരു തവണ അള്ളാഹുവിനെ വിളിക്കുന്നതും വലിയ വ്യത്യാസമുണ്ട്. ഈ പ്രിയപ്പെട്ട സംഘാടകരെ എല്ലാം കൊണ്ടും പ്രശംസിക്കുകയാണ്. കാരണം എല്ലാ ദിവസത്തിലും ഒരു സയ്യിദ് അവറുകളെ കൊണ്ടുവരിക, ഇതിന്റെ തുടക്കവും ഒടുക്കവും ഒരു തങ്ങളപ്പാനെ കൊണ്ടാവുക വലിയൊരു പൊരുത്തമാണ്. നമ്മളൊക്കെ സയ്യിദന്മാരെ സ്നേഹിക്കുന്നവരാണ്, ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാവണം. എല്ലാവരെയും മനസ്സിന്റെ ഉള്ളിൽ വലിയ സ്ഥാനം കൊടുത്ത് ആദരിക്കണം. അവരൊക്കെ ബഹുമാനിച്ച ബർക്കത്ത് കൊണ്ടേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഒരുപാട് ആളുകളെ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ലൈവിലൂടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇന്ന് അൽഹംദുലില്ലാഹ് 2 ലൈവിന്റെ കൂട്ടുകാരാണ്. അല്ലാഹു ആ 2 പേർക്കും അല്ലാഹു നല്ല ബർക്കത്ത് കൊടുക്കട്ടെ. നിങ്ങൾ ആമീൻ പറയും. അല്ലാഹു നല്ല ബർക്കത്ത് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ ലൈവിന്റെ സ്റ്റാർനെറ്റ് അല്ലേ, അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ കമലാസുരയ്യന്റെ MFIന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അത് ഏറ്റെടുത്തത് ഉസ്താദേ ഇൻഷാ അല്ലാഹ് ഇന്ന് ആ പ്രോഗ്രാം ഞങ്ങൾ ഏറ്റെടുത്തുള്ള എന്ന് പറഞ്ഞിട്ട് JM ടയർ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി അവർ ഏറ്റെടുത്ത് അല്ലാഹു അവർക്ക് വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. ആ കൂട്ടുകാരൻ അൽതാഫ് വിളിച്ചിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. തങ്ങൾ ഉപ്പാപ്പാന്റെ ഓർമ്മയിൽ പെടുത്തുകയാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ ലൈവിന്റെ കൂട്ടുകാരെ, MFIന്റെ കൂട്ടുകാരെ, മറ്റുള്ള ലൈവിന്റെ കൂട്ടുകാരൊക്കെ, ലോകത്തുള്ള ഒരുപാട് ആളുകൾ ഈ പ്രോഗ്രാം ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രവാസികൾ, ഒരുപാട് സ്വദേശികൾ, എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് അഭിനന്ദനായ തങ്ങൾ ഉപ്പാപ്പ ദുആ ചെയ്യും. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ ബന്ധങ്ങളൊക്കെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്കുള്ള ബന്ധങ്ങളായിട്ട് കബൂൽ ചെയ്യുമാറാവട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.